ഹലോ സ്റ്റുഡൻസ്, നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗ് 2 മൊഡ്യൂൾ 4 ലെക്ചർ 3 ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ സിലബസിലെ ആദ്യത്തെ ആ പോർഷനാണ് ആ സ്ലൈഡിൽ തന്നെ കൊടുത്തിരിക്കുന്നത്. മെയിൻ്റനൻസ്, ഇൻട്രൊഡക്ഷൻ ടു ട്രാക്ക് മെയിൻ്റനൻസ്, ഐറ്റംസ് ഓഫ് ട്രാക്ക് മെയിൻ്റനൻസ്, പാക്കിങ്, ഓവർ ഹൗളിങ്, സ്ക്രീനിങ്. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇൻട്രൊഡക്ഷൻ ടു ട്രാക്ക് മെയിൻ്റനൻസ് നമ്മൾ കുറേയൊക്കെ പറഞ്ഞായിരുന്നു, എന്തിനാണ്, അതിൻ്റെ അഡ്വാൻറ്റേജസ് എന്താണ്, അങ്ങനത്തെ കാര്യങ്ങൾ. പിന്നെ പാക്കിങ്, അതിലെ ത്രൂ പാക്കിങ്, സിസർ പാക്കിങ്, ഷവൽ പാക്കിങ്ങും പറഞ്ഞു. ഓക്കെ, പിന്നെ ഇനി നമുക്ക് ഓവർ ഹൗളിങ്ങും സ്ക്രീനിങ്ങും നോക്കാം. ഓക്കെ, അപ്പം സിസ്റ്റമാറ്റിക് ഓവർ ഹൗളിങ് അല്ലെങ്കിൽ വെറും ഓവർ ഹൗളിംഗ് എന്ന് വെച്ചാൽ എന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഓവർ ഹൗളിംഗ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു സാധനം നമ്മൾ റിപ്പയർ ചെയ്യുക. ഓക്കെ, അപ്പം പീരിയോഡിക്കായിട്ടും റിപ്പയർ ചെയ്യുന്നതിനെയാണ് നമ്മൾ, അല്ലെങ്കിൽ അതിനെ എക്സാമിൻ ചെയ്ത് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് കണ്ടുപിടിച്ചിട്ട് അതിനെ റിപ്പയർ ചെയ്യുക, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ഓവർ ഹൗൾ എന്നൊരു ടേമിൻ്റെ മീനിങ്. ഓക്കെ, അപ്പം നമ്മുടെ റെയിൽവേയിൽ അല്ലെങ്കിൽ നമ്മുടെ ട്രാക്കിൽ അതിൻ്റെ ഒരു യൂസ് എന്താണെന്ന് വെച്ചാൽ, സിസ്റ്റമാറ്റിക് ഓവർ ഹൗളിംഗ് എന്ന് പറയുമ്പം ദ ട്രാക്ക് ഷുഡ് ബി ഓവർ ഹൗൾഡ് periodically with the object of ensuring that the best possible standards of track conditions are met and maintained. ഓക്കെ, അപ്പം നമ്മൾ ട്രാക്കിനെ പീരിയോഡിക്കലി ഓവർ ഹൗൾ ചെയ്യും, എന്ന് വെച്ചാൽ എക്സാമിൻ ചെയ്യും. എന്നിട്ട് അതെന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിനെ റെക്ടിഫൈ ചെയ്യും. സോ ദാറ്റ് അത് എൻഷുർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ട്രാക്കിൻ്റെ കണ്ടീഷൻസ് എല്ലാം പോസിബിൾ സ്റ്റാൻഡേർഡിനുള്ളിലാണെന്നും മെയിൻ്റെനൻസ് കറക്റ്റായിട്ട് നടക്കുന്നുണ്ടെന്നോ, അല്ലെങ്കിൽ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിനെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പീരിയോഡിക്കായിട്ട് നടത്തുന്നതിനെയാണ് നമ്മൾ സിസ്റ്റമാറ്റിക് ഓവർ ഹൗളിംഗ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പം ഈ സിസ്റ്റമാറ്റിക് ഓവർ ഹൗളിംഗ് നമ്മൾ ട്രാക്കിൽ നോർമലി ചെയ്യുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ, ത്രൂ പാക്കിംഗ് ഇല്ലേ, ആ ത്രൂ പാക്കിങ്ങിൻ്റെ ഒരു സൈക്കിൾ കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോഴാണ് നമ്മൾ ഈ സിസ്റ്റമാറ്റിക് ഓവർ ഹൗളിംഗ് കമൻസ് ചെയ്യുന്നത്, സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ഫോളോയിങ് ഓപ്പറേഷൻസ്. അതിൽ ഈ പറയുന്ന ഓപ്പറേഷൻസ് ഒക്കെ വരും. ഒന്ന്, ഷാലോ സ്ക്രീനിങ് ആൻഡ് മേക്കിംഗ് അപ്പ് ഓഫ് ബലാസ്റ്റ്. എന്ന് വെച്ചാൽ സ്ക്രീനിങ് എന്നൊരു പ്രോസസ്സ് ഉണ്ട്, അത് അടുത്ത സ്ലൈഡിൽ കാണിക്കാം. അപ്പം ആ ഒരു സ്ക്രീനിങ് നടത്തും. ബലാസ്റ്റിൻ്റെ സെക്ഷൻസ് ഒക്കെ കറക്റ്റായിട്ടാണോ ബലാസ്റ്റ് കിടക്കുന്നത്, അതിനെ ആ ഒരു ഷേപ്പൊക്കെ കറക്റ്റ് ആക്കുക, അതിനാണ് മേക്കിംഗ് അപ്പ് എന്ന് പറയുന്നത്. പിന്നെ ഡാമേജ്ഡ് അല്ലെങ്കിൽ ബ്രോക്കൺ ഫിറ്റിങ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ റീപ്ലേസ് ചെയ്യുക. പിന്നെ ഓൾ ഐറ്റംസ് ഇൻക്ലൂഡഡ് ഇൻ ത്രൂ പാക്കിംഗ്, അത് നമ്മൾ ത്രൂ പാക്കിംഗ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. ആ ത്രൂ പാക്കിംഗ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഒന്നുകൂടെ ചെയ്യും. പിന്നെ മേക്കിംഗ് അപ്പ് ദി സെസ്. സെസ് എന്ന് വെച്ചാൽ റെയിൽവേ ട്രാക്കിൽ സെസ് എന്ന് വെച്ചാൽ നമ്മുടെ റെയിൽവേ ട്രാക്കിലെ ട്രാക്കിൻ്റെ ഐദർ സൈഡ്, രണ്ട് സൈഡിലും ഉള്ള ഏരിയനെയാണ് നമ്മൾ സെസ് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ നമ്മുടെ സ്ലീപ്പർ ഉണ്ടല്ലോ, സ്ലീപ്പറിനും ലോവർ ആയിട്ടുള്ള താഴോട്ടുള്ള ഒരു ഏരിയ ഉണ്ട്, അതിനെ സെസ് എന്നാണ് പറയുന്നത്. ആ ഏരിയാസ് എല്ലാം കറക്റ്റ് ആണോ, അവിടെ ആവശ്യത്തിനുള്ള ഫോർമേഷൻ ഉണ്ടോ, ആ ഒരു ഹൈറ്റ് കറക്റ്റ് ആണോ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുക. അതാണ് മേക്കിംഗ് അപ്പ് ഓഫ് സെസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ദ ഫ്രീക്വൻസി ഓഫ് ഓവർ ഹൗളിംഗ് ഡിപ്പെൻഡ്സ് അപ്പോൺ എ നമ്പർ ഓഫ് ഫാക്ടേഴ്സ് സച്ചസ്. അപ്പോൾ ഓവർ ഹൗളിങ്ങിൻ്റെ ഫ്രീക്വൻസി എത്ര നാളുകൂടി ചെയ്യണം എന്നുള്ളത് കുറേ ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യും. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്ന്, ടൈപ്പ് ആൻഡ് ഏജ് ഓഫ് ട്രാക്ക് സ്ട്രക്ചർ. അത് എന്ത് ടൈപ്പാണ്, അതിൻ്റെ എത്ര നാൾ ആയിട്ടുള്ള, അതിൻ്റെ ഏജ് എത്രയാണ്, അത് നോക്കും. പിന്നെ അങ്ങോട്ട് വരുന്ന ട്രാഫിക്കിൻ്റെ വോളിയം, അതിൻ്റെ മാക്സിമം പെർമിസിബിൾ സ്പീഡ് എത്രയാണ്, പിന്നെ മോഡ് ഓഫ് ട്രാഫിക് എന്ന് വെച്ചാൽ ഹെവി ട്രാഫിക് ഉള്ളതാണോ അല്ലെങ്കിൽ ലൈറ്റ് ട്രാഫിക് പോകുന്ന ട്രാക്കാണോ, അത് നോക്കും. പിന്നെ മോഡ് ഓഫ് ട്രാക്ഷൻ എന്ന് വെച്ചാൽ ആ ഒരു ഫ്രിക്ഷൻ ഫോഴ്സ് ബിറ്റ്വീൻ ആ വീലും റെയിലും തമ്മിലുള്ള ഒരു ഫ്രിക്ഷൻ ഉണ്ടല്ലോ, അത് എങ്ങനെയാണെന്ന് ചെക്ക് ചെയ്യും. പിന്നെ അവിടുത്തെ റേറ്റ് ഓഫ് ട്രാക്ക് ഡിറ്റീരിയേഷൻ, ട്രാക്ക് കേടാകുന്നത് എത്ര നാൾ കൂടിയാണ്, അല്ലെങ്കിൽ അതിൻ്റെ റേറ്റ് എങ്ങനെയാണ്, അത് നമ്മൾ ചെക്ക് ചെയ്യും. പിന്നെ അവിടുത്തെ എമൗണ്ട് ഓഫ് റെയിൻഫോൾ. ഈ പറയുന്ന ഫാക്ടേഴ്സ് നോക്കിയിട്ടായിരിക്കും നമ്മൾ ഫ്രീക്വൻസി ഓഫ് ഓവർ ഹൗളിങ് ഡിസൈഡ് ചെയ്യുന്നത്. എത്ര നാൾ കൂടി വേണം നമ്മൾ സിസ്റ്റമാറ്റിക് ആയിട്ട് ചെക്ക് ചെയ്യണം എന്നുള്ളത് ഈ ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പം ഓൺ ദി ബേസിസ് ഓഫ് ദീസ് ഫാക്ടേഴ്സ്, അപ്പം ഈ ഫാക്ടേഴ്സിൻ്റെ ബേസിസിൽ ചീഫ് എഞ്ചിനീയർ ആണ് ഡിസൈഡ് ചെയ്യുന്നത് എന്തുമാത്രം ലെങ്ത് ഓഫ് ട്രാക്ക് ഓവർഹൗൾ ചെയ്യണം, ഒരു പർട്ടിക്കുലർ ടൈമിൽ എന്തുമാത്രം ലെങ്ത് ഓവർഹൗൾ ചെയ്യണം എന്നുള്ളത് ചീഫ് എഞ്ചിനീയർ ഡിസൈഡ് ചെയ്യും. ഓക്കെ, അപ്പം നോർമലി നമ്മൾ പ്ലാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ സിസ്റ്റമാറ്റിക് ഓവർഹൗളിംഗ് ഓഫ് എ സെക്ഷൻ എന്ന് പറയുന്നത് 3 to 4 years കൊണ്ടായിരിക്കും കംപ്ലീറ്റ് ആകുന്നത് മൊത്തത്തിൽ. ഓക്കെ, അപ്പം ഒരു പർട്ടിക്കുലർ ഇയറിൽ നമ്മൾ ചെയ്യുന്ന ഒരു ഓവർഹൗളിംഗ് ചെയ്യുന്ന ട്രാക്ക് എന്ന് പറയുന്നത്, ട്രാക്കിന്റെ സെക്ഷൻ എന്ന് പറയുന്നത് മുന്നത്തെ വർഷം കംപ്ലീറ്റ് ചെയ്ത സെക്ഷന്റെ ബാക്കിയായിട്ടായിരിക്കണം. എന്ന് വെച്ചാൽ ഈ ഒരു വർഷം A-B എന്ന സെക്ഷൻ ചെയ്താൽ അടുത്ത വർഷം ചെയ്യുന്നത് C ആയിരിക്കണം. അങ്ങനെ കണ്ടിന്യൂ ചെയ്തിട്ട് വേണം പോകാൻ. പ്രീവിയസ് ഇയറിൽ ഏത് സെക്ഷൻ ചെയ്തോ അതിന്റെ ബാക്കിയായിട്ടുള്ള സെക്ഷൻ ആയിരിക്കണം അടുത്ത വർഷം അത് ഓവർഹൗൾ ചെയ്യേണ്ടത്. ഓക്കെ, അതുപോലെ തന്നെ ഇഫ് പോസിബിൾ ഗ്യാപ്പ് അഡ്ജസ്റ്റ്മെന്റ് ഇൻക്ലൂഡിങ് ജോയിന്റ് സർവേ ആൻഡ് അഡ്ജസ്റ്റ്മെന്റ് ഓഫ് ക്രീപ്പ് ഷുഡ് ബി ഡൺ
prior to സിസ്റ്റമാറ്റിക് ഓവർഹൗളിങ്. ഓക്കെ, അപ്പം ഈ ഓവർഹൗളിങ് അല്ലെങ്കിൽ സിസ്റ്റമാറ്റിക് ഓവർഹൗളിങ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ഗ്യാപ്പ് അഡ്ജസ്റ്റ്മെൻറ്റ് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അതും, പിന്നെ ജോയിൻറ്റിൻ്റെ ഒക്കെ അവിടെ പോയിട്ട് സർവേ നടത്തുക, എന്തെങ്കിലും പ്രശ്നമുണ്ടോ, ഡിഫക്റ്റ് ഉണ്ടോ, അതിന് റെമഡിയൽ മെഷേഴ്സ് കൊടുക്കുക, അങ്ങനത്തെ കാര്യങ്ങൾ. അതുപോലെ തന്നെ ക്രീപ്പ് എങ്ങനെയുണ്ട്, അതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഒക്കെ കറക്റ്റായിട്ട് ചെയ്യുക. ഇതെല്ലാം കൂടെ ഇതിന് പ്രയോറായിട്ട് ചെയ്യണം. സിസ്റ്റമാറ്റിക് ഓവർഹൗളിങ് ചെയ്യുന്നതിന് മുന്നേ ഈ കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കണം. ഓക്കെ, അപ്പം അതായിരുന്നു സിസ്റ്റമാറ്റിക് ഓവർഹൗളിങ് എന്ന് വെച്ചാൽ നമ്മൾ സിസ്റ്റമാറ്റിക് ആയിട്ട് പീരിയോഡിക് ആയിട്ട് ചെക്ക് ചെയ്യുവാണ് ഇന്ന പ്രശ്നങ്ങളുണ്ടോ, അത് എന്തൊക്കെ ചെയ്യണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ഓക്കെ, അപ്പോൾ ആ ഒരു സ്ലൈഡ് പറയുന്നതൊക്കെ പഠിക്കാം. ഇനി അടുത്തത് ലൂബ്രിക്കേഷൻ ഓഫ് റെയിൽ ജോയിൻസ്. ഓക്കെ, അപ്പം നമുക്കറിയാം ലൂബ്രിക്കേഷൻസ് നമ്മൾ ഈ നട്ടിൻ്റെയും ബോൾട്ടിൻ്റെ ഒക്കെ ഇടയ്ക്ക് നമ്മൾ പോയി ഓയിലൊക്കെ ഒഴിച്ചിട്ട് അത് ലൂബ്രിക്കേറ്റ് ചെയ്യിക്കുന്നുണ്ടല്ലേ, ആ ഒരു സ്മൂത്തായിട്ട് അത് മൂവ്മെൻറ്റ് നടക്കാൻ വേണ്ടി. ഓക്കെ, അപ്പോൾ അതിനാണ് ഇവിടെയും റെയിൽ ജോയിൻറ്റിൻ്റെ അവിടെ ലൂബ്രിക്കേഷൻ കൊടുക്കുന്നത്. അപ്പം ഒരു ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ് നമ്മൾ പെർമനൻറ്റ് വെയിൽ നമ്മൾ ചെയ്യുന്ന മെയിൻ്റെനൻസിൽ ഒരു ഇമ്പോർട്ടൻറ്റ് പാർട്ട് തന്നെയാണ്. ഓക്കെ, അപ്പം ജോയിൻസിനെ നമ്മൾ ലൂബ്രിക്കേറ്റ് ചെയ്തതിൻ്റെ മെയിൻ പർപ്പസ് എന്ന് വെച്ചാൽ ഒന്ന് ടു അലോ ഫോർ ഫ്രീ എക്സ്പാൻഷൻ ആൻഡ് കോൺട്രാക്ഷൻ ഓഫ് റെയിൽ. ഓക്കെ, അപ്പോൾ റെയിൽ ഫ്രീ ആയിട്ട് എക്സ്പാൻഡ് ചെയ്യുക അല്ലെങ്കിൽ കോൺട്രാക്ഷൻ നടത്തുക, ഇതിനുള്ള ഒരു സ്പേസ് കൊടുക്കുമ്പം അതിന് ആ ഒരു ഗ്യാപ്പ് നന്നായിട്ടിരിക്കണം, ആ ഒരു ജോയിൻറ്റ്. അപ്പോൾ അതിനാണ് നമ്മൾ ലൂബ്രിക്കേറ്റ് കൊടുത്ത് നമ്മൾ അതിനെ ഇച്ചിരൂടെ സ്മൂത്ത് ആക്കുന്നത്. പിന്നെ ടു റെഡ്യൂസ് വിയർ ആൻഡ് ടിയർ ഓൺ ദി ഫിഷിംഗ് പ്ലെയിൻസ് ഓഫ് റെയിൽസ് ആൻഡ് ദി ഫിഷിംഗ് പ്ലേറ്റ്. ഓക്കെ, അപ്പം ആ റെയിലിൻ്റെ ഫിഷിംഗ് പ്ലെയിനും എന്ന് വെച്ചാൽ ഫിഷിംഗ് പ്ലേറ്റ് ഇരിക്കുന്ന ആ ഒരു പോർഷൻ ഉണ്ടല്ലോ, ആ പോർഷൻ തമ്മിൽ വിയർ ആൻഡ് ടിയർ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ലൂബ്രിക്കൻ്റ് അവിടെ ഒഴിച്ചു കൊടുക്കും. ഓക്കെ, ഇനിയും ഓൾ റെയിൽ ജോയിൻസ് ആർ ലൂബ്രിക്കേറ്റഡ് വൺസ് എ ഇയർ ഡ്യൂറിങ് ദി മോഡറേറ്റ് സീസൺ. ഓക്കെ, അപ്പം ഒരു ട്രാക്കിലെ റെയിൽ ജോയിൻസ് എല്ലാം നമ്മൾ വൺസ് ഇൻ എ ഇയർ ലൂബ്രിക്കേറ്റ് ചെയ്യണം. അതും അങ്ങനെ അത് ചെയ്യുന്നതും മോഡറേറ്റ് സീസണിലായിരിക്കും. എന്ന് വെച്ചാൽ റെയിനി സീസൺ അങ്ങനത്തെ ടൈമിലല്ല, അല്ലാത്ത റെയിനിൻ്റെയോ അല്ലെങ്കിൽ വാട്ടറിൻ്റെ പ്രസൻസ് ഇല്ലാത്ത ടൈമിലായിരിക്കും നമ്മൾ ഈ ലൂബ്രിക്കൻ്റ് കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പം ദിസ് ഈസ് ഓൾസോ നോൺ ആസ് ഓയിലിംഗ് ആൻഡ് ഗ്രീസിങ് ഓഫ് ഫിഷ് പ്ലേറ്റ്. ഓക്കെ, അപ്പോൾ ഇതിന് ഓയിലിംഗ് അല്ലെങ്കിൽ ഗ്രീസിംഗ് എന്നും പറയാം. Okay, but this work is not done during the rainy season. The lubricant used is a paste of workable consistency that consists of following proportions of plumbago, kerosene oil and black oil. Okay, അപ്പം ഇതിന് യൂസ് ചെയ്യുന്ന lubricant എന്ന് പറയുന്നത് ഒരു പേസ്റ്റ് പോലെ, അതിന് അങ്ങനത്തെ ഒരു വർക്കബിൾ കൺസിസ്റ്റൻസി ഉള്ളതായിരിക്കണം. അതിൽ ഈ പറഞ്ഞ ഇൻഗ്രീഡിയൻസ് ഒക്കെ കാണും. ഓക്കെ, അപ്പോൾ പ്ലമാഗോ അതിന് ഡ്രൈ ഗ്രാഫൈറ്റ് ആണ്, അപ്പോൾ അതിൻ്റെ 5 കിലോഗ്രാം. കെറോസിൻ ഓയിൽ അത് സെക്കൻഡ് ക്വാളിറ്റി ഓയിൽ ആയാലും മതി, അത് 3.5 ലിറ്റർ. ബ്ലാക്ക് അല്ലെങ്കിൽ റിക്ലെയിംഡ് ഓയിൽ അത് 2.75 ലിറ്റർ. അപ്പോൾ ഇതിൻ്റെ എല്ലാം കൂടെ ഒരു മിക്സ്ചർ ആയിരിക്കും നമ്മൾ ലൂബ്രിക്കൻ്റ് ആയിട്ട് റെയിൽ ജോയിൻസിൽ കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ റെയിൽ ജോയിൻസ് ഷുഡ് ബി ലൂബ്രിക്കേറ്റഡ് ഓൺലി ആഫ്റ്റർ എൻഷുറിങ് ദാറ്റ് ദിയർ സർഫസ് ആർ പ്രോപ്പർലി ക്ലീൻഡ്. ഓക്കെ, അപ്പം നമ്മൾ ലൂബ്രിക്കൻ്റ് പോയി കൊണ്ട് അവിടെ ഒഴിക്കുന്നതിന് മുന്നേ നമ്മൾ ചെക്ക് ചെയ്യണം ആ ഒരു റെയിലിൻ്റെ സർഫസ് എല്ലാം ക്ലീൻ ആണോ. പിന്നെ ആ ക്ലീൻ ചെയ്യുന്നത് വയർ ബ്രഷ് അല്ലെങ്കിൽ ക്ലീൻ ജൂട്ടൊക്കെ വെച്ചിട്ടായിരിക്കണം. അത് കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ ലൂബ്രിക്കൻ്റ് കൊടുക്കേണ്ടത്. ഓക്കെ, അതുപോലെ തന്നെ ജോയിൻസിനെ എക്സ്ട്രീം ടെമ്പറേച്ചറിലൊന്നും പോയിട്ട് ലൂബ്രിക്കേറ്റ് ചെയ്യാൻ പാടില്ല. അല്ലെങ്കിൽ റെയിൽ ഇങ്ങനെ ടെൻഷനിലിരിക്കുന്ന ഒരു സ്റ്റേറ്റ് ഉണ്ടല്ലോ, ഈ ക്രീപ്പ് കാരണം ആ ടൈമിലൊന്നും പോയിട്ട് ലൂബ്രിക്കേറ്റ് ചെയ്യാൻ പാടില്ല. ഓക്കെ, പിന്നെ ജോയിൻസ് ഷുഡ് ബി ഓപ്പൺ വൺ അറ്റ് എ ടൈം ഫോർ ലൂബ്രിക്കേഷൻ. ഓക്കെ, ഇനിയിപ്പോൾ നമ്മൾ ലൂബ്രിക്കേഷൻ ചെയ്യാൻ വേണ്ടി നമ്മൾ ആ ഒരു ജോയിൻറ്റിൻ്റെ അവിടുത്തെ ഉള്ള നട്ടും ബോൾട്ടൊക്കെ ഒന്ന് ഓപ്പൺ ചെയ്യും അല്ലേ. അപ്പം ഓപ്പൺ ചെയ്യുമ്പം ആ ഒരു ട്രാക്കിലെ എല്ലാ നട്ടും ബോൾട്ടും പോയി ഒരേ സമയത്ത് പോയിട്ട് ഓപ്പൺ ചെയ്ത് ഈ ലൂബ്രിക്കൻ്റ് ഒഴിക്കാൻ നിൽക്കലുണ്ട്. അത് ഓരോ അറ്റ് എ ടൈം ഒരു ജോയിൻറ്റിലെ ആ ഒരു ബോൾട്ട് നട്ടൊക്കെ ലൂസ് ചെയ്തിട്ട് വേണം ചെയ്യാൻ. ഓക്കെ, even when opening a joint, only one fish plate should be tackled at a time. അത് നേരത്തെ പറഞ്ഞ തന്നെ അറ്റ് എ ടൈം ഒരൊറ്റ ഫിഷ് പ്ലേറ്റ് വേണം നമ്മൾ ടാക്കിൾ ചെയ്യാൻ. And at no time during the operation should there be less than 1 fish plate and 3 fish bolt connecting the 2 rails. ഓക്കെ, അപ്പം ഒരൊറ്റ ഫിഷ് പ്ലേറ്റും അതിനെ കണക്ട് ചെയ്തിട്ടുള്ള ഫിഷ് ബോൾട്ട് 3 ഈ 2 റെയിൽസിനെ കണക്ട് ചെയ്യുന്ന ഫിഷ് ബോൾട്ടും, ഇത്രയും മാത്രമേ അറ്റ് എ ടൈം നമ്മൾ ലൂബ്രിക്കേറ്റ് ചെയ്യാവൂ. ഓക്കെ, അപ്പം അതായിരുന്നു ലൂബ്രിക്കേഷൻ ഓഫ് റെയിൽ ജോയിൻസ്. അടുത്തത് സ്ക്രീനിങ് ഓഫ് ബലാസ്റ്റ്. ഓക്കെ, സിമ്പിളാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബലാസ്റ്റ് ഉണ്ടല്ലോ, ഈ നമ്മുടെ സ്ലീപ്പറിൻ്റെ താഴെ കൊടുക്കുന്നത്, ആ ബലാസ്റ്റ് എന്ന് പറയുന്നത് ടൈം ടു ടൈം നമ്മൾ റിന്യൂ ചെയ്യണം. ഇല്ലെങ്കിൽ എന്താ പറ്റുന്നത് വെച്ചാൽ ഇങ്ങനെ നല്ല സ്പീഡിൽ ട്രെയിൻ ആ ട്രാക്കിൽ കൂടെ പോകുമ്പം
ഇതിന് താഴെയുള്ള ഈ ബലാസ്റ്റൊക്കെ പൊടിയാൻ ചാൻസ് ഉണ്ട് അല്ലേ. അപ്പോൾ ആ കണ്ടിന്യൂസ് ഒരു ഹാമറിങ് എഫക്റ്റ് ആണ് ഉണ്ടാകുന്നത്. അപ്പം ഈ ബലാസ്റ്റ് എല്ലാം കൂടെ പൗഡർ ഫോമിലോട്ട് കൺവേർട്ട് ആകാൻ ചാൻസ് ഉണ്ട്. അപ്പം എന്താ പറ്റുന്നത്, ഈ പൗഡർ ഫോം എന്ന് പറയുമ്പോൾ അതിൽ ഡസ്റ്റും പിന്നെ ഈ സാൻഡിൻ്റെ ഒക്കെ ആഷസ് ഒക്കെ കാണും. അപ്പം എന്താണ് ഇത് ആ ഒരു ട്രാക്കിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ഇമ്പർവിയസ് ലെയർ ആയിട്ട് കിടക്കും. അപ്പം എന്താണ് പറ്റുന്നതെന്ന് വെച്ചാൽ ഈ റെയിൻ വാട്ടർ വരുമ്പോഴോ അല്ലെങ്കിൽ വാട്ടർ ഡ്രെയിനേജ് ചെയ്യേണ്ട ഒരു അവസ്ഥ വരുമ്പോഴൊക്കെ അത് പ്രിവെന്റ് ചെയ്യും. കാര്യം അകത്തോട്ട് വെള്ളം കയറി പോകാതിരിക്കും. കാര്യം ഇടയ്ക്കിടയ്ക്ക് ഫുൾ ഈ പൊടിയായിരിക്കും ഇരിക്കുന്നത്. അപ്പം അങ്ങനത്തെ കേസ് വന്നു കഴിഞ്ഞാൽ എന്താണ്, മൊത്തത്തിൽ നമ്മുടെ ഫോർമേഷൻ ഉള്ളിലോട്ട് ഈ ബലാസ്റ്റിലോട്ട് കയറിപ്പോയി ആകപ്പാടെ ആ ട്രാക്കിന് തന്നെ ബുദ്ധിമുട്ടാണ് വെച്ചാൽ നമുക്ക് സ്മൂത്ത് ആയിട്ടുള്ള ട്രെയിൻ റൺ ചെയ്യാൻ പറ്റാതെ വരും. അപ്പം എന്താണ് ട്രെയിനിൻ്റെ റെയിൽവേ ട്രാക്കിൻ്റെ ഇലാസ്റ്റിസിറ്റിനെ തന്നെ അത് എഫക്റ്റ് ചെയ്യും. ഓക്കെ, അപ്പം അങ്ങനത്തെ കേസിൽ നമ്മൾ ആ ബലാസ്റ്റ് പോയി റെഗുലർലി ക്ലീൻ ചെയ്യണം. ഇങ്ങനെ പൊടിയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അത് സ്ക്രീൻ ചെയ്ത് മാറ്റി നല്ല ബലാസ്റ്റ് മാത്രം നമ്മുടെ ട്രാക്കിന് താഴെയായിട്ട് പാക്ക് ചെയ്ത് കൊടുക്കണം, ബാക്കി പൊടിയൊക്കെ മാറ്റിയിട്ട്. ഓക്കെ, അപ്പം ദിസ് റെഡ്യൂസസ് ദി ക്വാണ്ടിറ്റി ഓഫ് ബലാസ്റ്റ് ഓൾസോ അപ്പോൾ ഇങ്ങനെ ബലാസ്റ്റിനകത്ത് മൊത്തം പൊടിയാണെങ്കിലും മൊത്തത്തിൽ ബലാസ്റ്റിൻ്റെ ക്വാണ്ടിറ്റി അങ്ങ് കുറയും. അതുപോലെ തന്നെ ഇലാസ്റ്റിസിറ്റി ഓഫ് ദി റെയിൽവേ ട്രാക്ക് അവിടെ എഫക്റ്റ് ആവും. അപ്പം ബലാസ്റ്റ് റെഗുലർലി ക്ലീൻ ചെയ്യണം. അതിനെയാണ് ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ സ്ക്രീനിങ് ഓഫ് ബലാസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ കാര്യം മനസ്സിലായി. അതുപോലെ തന്നെ ഈ സ്ക്രീനിങ്ങിന് തന്നെ നമുക്ക് ഷാലോ സ്ക്രീനിങ്ങും ഉണ്ട്, പിന്നെന്താണ് ഡീപ്പ് സ്ക്രീനിങ്ങും ഉണ്ട്. അപ്പോൾ ഷാലോ സ്ക്രീനിങ്ങിനെ പറ്റി നമ്മൾ സിസ്റ്റമാറ്റിക് ഓവർ ഹൗളിങ്ങിൽ കണ്ടായിരുന്നു ഒരു പോയിന്റ്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ഫോളോയിങ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞിട്ട് ആദ്യത്തത് ഷാലോ സ്ക്രീനിങ് ആയിരുന്നു. അപ്പോൾ ഷാലോ സ്ക്രീനിങ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, സ്ക്രീനിങ് എന്ന് വെച്ചാൽ എന്താണ്, ബലാസ്റ്റ് എടുത്തിട്ട് അതിനെ സ്ക്രീൻ ചെയ്തിട്ട് തിരിച്ചവിടെ തന്നെ ഇടുക അല്ലേ, പാക്ക് ചെയ്തിടുക. അപ്പോൾ ഷാലോ സ്ക്രീനിങ് എന്ന് പറയുമ്പോൾ അധികം ഡെപ്ത് നമ്മൾ ബലാസ്റ്റ് എടുക്കുന്നില്ലായിരിക്കും. റെയിൽവേ ട്രാക്കിൽ നിന്ന് അധികം ഡെപ്തിൽ ബലാസ്റ്റ് എടുക്കുന്നില്ലായിരിക്കും. കുറച്ചൊരു ഡെപ്ത് നമ്മൾ പറയുന്നുണ്ട്. ആ ഡെപ്തിൽ ഈ അല്ലെങ്കിൽ മണ്ണ് പോട്ടെ ബലാസ്റ്റ് നമ്മൾ എടുത്തിട്ട് സ്ക്രീൻ ചെയ്തിട്ട് തിരിച്ചവിടെ തന്നെ പാക്ക് ചെയ്ത് വെക്കും. ഓക്കെ, അതായിരിക്കും ഷാലോ സ്ക്രീനിങ്. അപ്പം നമുക്ക് നോക്കാം. ഇറ്റ് ഈസ് എ പ്രോസസ് വിച്ച് ഡെമോൺസ്ട്രേറ്റ് ദി പ്രൊസീജിയർ ഫോർ ക്ലീനിങ് ഓഫ് കണ്ടാമിനേറ്റഡ് ബലാസ്റ്റ് ഓൺ ട്രാക്ക്. അപ്പം അതെന്താണ്, ട്രാക്കിലുള്ള കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ബലാസ്റ്റിനെ ക്ലീൻ ചെയ്യുന്ന ഒരു പ്രൊസീജിയറാണ് ഈ ഒരു ഷാലോ സ്ക്രീനിങ്ങിൽ വരുന്നത്. ഇഫ് ദി കണ്ടാമിനേറ്റഡ് ബലാസ്റ്റ് ഈസ് ഡംപ്ഡ് ബൈ ഹൂപ്പർ ഫോർ ടോപ്പ് ബലാസ്റ്റിംഗ് ആൻഡ് ടാമ്പിംഗ് ഓഫ് track was not done, so we can adopt shallow screening method to remove the contaminated ballast from new construction work or in maintenance track also. ഓക്കെ, അപ്പോൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇപ്പോൾ ന്യൂ ട്രാക്ക് കൺസ്ട്രക്ഷൻ നടക്കാൻ പോവുകയാണെ. അപ്പോൾ അങ്ങോട്ട് നമ്മൾ എന്താണ് ഇങ്ങനെ ഒരു ട്രാക്കറിൽ കൊണ്ടുവന്നിട്ട് ബലാസ്റ്റ് കൊണ്ടിട്ടു. പക്ഷെ കൊണ്ടുവന്നിട്ട് ബലാസ്റ്റ് തന്നെ അതിൽ കണ്ടാമിനേറ്റഡ് ആയിരിക്കും, പൊടിയൊക്കെ ഉണ്ടായിരിക്കും. അപ്പം നമ്മൾ എന്തെടുത്തു എന്ന് വെച്ചാൽ അതിനെ ഷാലോ സ്ക്രീൻ ചെയ്തെടുത്തിട്ട് നല്ല ബലാസ്റ്റ് ആക്കി എടുക്കും. ഓക്കെ, അല്ലെങ്കിൽ അവിടെ മെയിൻറ്റെയിൻ ചെയ്യാൻ പോവുകയാണെങ്കിൽ പോലും ആ ട്രാക്കിൽ കിടക്കുന്ന ബലാസ്റ്റിനെ എടുത്തിട്ട് നമ്മൾ സ്ക്രീൻ ചെയ്തെടുക്കും. അപ്പം അധികം ഡെപ്തിൽ ചെയ്യുന്നില്ല, അതുകൊണ്ടാണ് അവിടെ ഷാലോ എന്നുള്ള അധികം ഡെപ്ത് ഇല്ല. അപ്പോൾ അധികം ഡെപ്ത് ഇല്ലാത്ത അത്രയും ഡെപ്തിൽ നമ്മൾ എന്തെടുത്തു, ബലാസ്റ്റ് എടുത്തു, സ്ക്രീൻ ചെയ്ത് തിരിച്ചവിടെ തന്നെ വെക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു പ്രോസസ്സാണ് ഷാലോ സ്ക്രീനിങ്ങിൽ വരുന്നത്. അപ്പം നോക്കിയേ, open out the ballast 50 to 75 mm below the bottom of the സ്ലീപ്പർ. ഓക്കെ, അത് ബിലോ എന്നാണ് കേട്ടോ, ബ്ലോ എന്ന് എഴുതിക്കുന്നത് ബിലോ. ഓക്കെ, അപ്പം സ്ലീപ്പറിൻ്റെ ബോട്ടത്തിൽ നിന്ന് നമ്മൾ 50 to 75 mm വരെ ഡെപ്ത് വരുന്ന രീതിയിൽ ബലാസ്റ്റ് എടുത്തു. ഓക്കെ, അപ്പം ഇത് സാധാ മാനുവലായിട്ട് നമ്മൾ ചെയ്യുന്ന ട്രാക്ക്, മെയിൻ്റെനൻസ് വർക്ക് ചെയ്യുന്ന ട്രാക്ക് ആണെങ്കിൽ. ഇനിയും മെഷീൻ മെയിൻറ്റെയിൻഡ് ട്രാക്ക് ആണെങ്കിൽ അവിടെ നമുക്ക് കുറച്ചുകൂടെ വെച്ചാൽ മെഷീനാണല്ലോ ചെയ്യുന്നത്. അപ്പം എന്താണ് 75 to 100 mm വരെയൊക്കെ ഡെപ്തിൽ നമ്മൾ എന്തെടുക്കും, ബലാസ്റ്റ് എടുത്തിട്ട് നമ്മൾ സ്ക്രീൻ ചെയ്യും. ഓക്കെ, അപ്പം ഷോൾഡർ ബലാസ്റ്റ് ടു ബി റിമൂവ് ടു ദി ഫുൾ ഡെപ്ത്. അതുപോലെ തന്നെ ഈ ഷോൾഡർ പോർഷൻ ഉണ്ടല്ലോ റെയിൽവേ ട്രാക്കിൽ, അവിടുത്തെ ബലാസ്റ്റ് മൊത്തത്തിൽ നല്ല ഫുൾ ഡെപ്തിൽ നമ്മൾ എടുക്കും. എന്നിട്ട് എന്താ, ഈ ബലാസ്റ്റ് എല്ലാം സ്ക്രീൻ ചെയ്തിട്ട്, എന്ന് വെച്ചാൽ ഒരു അരിപ്പ പോലത്തെ സാധനം കണ്ടായിരിക്കും, അതേ വെച്ച് സ്ക്രീൻ ചെയ്തിട്ട് പുട്ട് ബാക്ക് ഇൻ ടു ദി ട്രാക്കിലോട്ട് പിന്നെയും എവിടെ നിന്നാണ് എടുത്തത് അവിടെ എല്ലാം കൊണ്ട് വെച്ച് അത് കറക്റ്റായിട്ട് പാക്ക് ചെയ്തെടുക്കും. ഓക്കെ, ഇതിനെയാണ് നമ്മൾ ബലാസ്റ്റിനെ സ്ക്രീൻ ചെയ്യാന്ന് പറയുന്നത്. ഇതാണ് ഷാലോ സ്ക്രീനിങ്. വാല്യൂസ് എല്ലാം പഠിക്കുക. ഓക്കെ, ഇനി അടുത്തത് ഡീപ്പ് സ്ക്രീനിങ് ഓഫ് ബലാസ്റ്റ്. ഓക്കെ, അപ്പോൾ ഡീപ്പ് സ്ക്രീനിങ് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ അധികം ഡെപ്തിൽ നമ്മൾ മൊത്തത്തിൽ ആ ഒരു ഡെപ്ത് ഫുള്ള് നമ്മൾ മാറ്റിയെടുക്കും, ബലാസ്റ്റ് മാറ്റിയെടുത്തിട്ട് സ്ക്രീൻ ചെയ്തിട്ട് തിരിച്ചവിടെ വെക്കും. ഓക്കെ, അപ്പോൾ കുറച്ചുകൂടി ഇമ്പോർട്ടൻറ്റ് ഈ ഒരു പ്രോസസ്സാണ്. ഇതിനൊരു പ്രൊസീജിയർ പറയുന്നുണ്ട്, കറക്റ്റായിട്ട് പഠിക്കുക. ഓക്കെ, അപ്പം ഡീപ്പ് സ്ക്രീനിങ് ഓഫ് ദി ബലാസ്റ്റ് ഇസ് ഡൺ ടു എൻഷുർ ദാറ്റ് എ ക്ലീൻ ബലാസ്റ്റ് കുഷൻ ഓഫ് റിക്വയർഡ് ഡെപ്ത് ഈസ് അവൈലബിൾ ബിലോ ദി സ്ലീപ്പേഴ്സ് വിച്ച് ഈസ് നെസറി ഫോർ പ്രൊവൈഡിങ് പ്രോപ്പർ ഡ്രെയിനേജ് ആൻഡ് ഇലാസ്റ്റിസിറ്റി ടു ദി ട്രാക്ക്. ഓക്കെ, അപ്പം റിക്വയർഡ് ഡെപ്തിൽ
സ്ലീപ്പിന് താഴെയായിട്ട് നല്ല ക്ലീൻ ബലാസ്റ്റ് കുഷൻ കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള എൻഷുർ ചെയ്യുന്നതിനാണ് നമ്മൾ ഡീപ്പ് സ്ക്രീനിങ് എന്ന് പറയുന്നത്. ഇങ്ങനെ ചെയ്താലേ നമുക്ക് പ്രോപ്പർ ഡ്രെയിനേജ് ആൻഡ് ഇലാസ്റ്റിസിറ്റി ടു ദി ട്രാക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പം ഇത് പ്രോപ്പർലി ചെയ്തില്ലെങ്കിൽ, ക്ലീൻ ആയിട്ടുള്ള ട്രാക്ക് അല്ലെങ്കിൽ എന്താണ്, ബലാസ്റ്റ് എല്ലാം കൂടെ ചോക്ഡ് അപ്പ് ആവും. എന്ന് വെച്ചാൽ എല്ലാം കൂടെ കുഴഞ്ഞിരിക്കും, കാര്യം പൊടിയും ഒക്കെ ഉണ്ട് അതിനകത്ത്. പിന്നെ ട്രാക്ക് ഡ്രെയിനേജിനെ ഇത് എഫക്റ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇൻ സച്ച് സിറ്റുവേഷൻ ഇറ്റ് ബിക്കംസ് നെസറി ടു സ്ക്രീൻ ദി എൻറ്റയർ ബലാസ്റ്റ്. അപ്പം അങ്ങനത്തെ ടൈമിലാണ് നമ്മൾ എൻറ്റയർ ബലാസ്റ്റിനെ നമ്മൾ സ്ക്രീൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇൻ ദി ആബ്സെൻസ് ഓഫ് എ ക്ലീൻ ബലാസ്റ്റ് ക്വിഷൻ ഓഫ് ഡിസയർഡ് ഡെപ്ത്, ഇതില്ലെങ്കിൽ എന്തിനൊക്കെ എഫക്ട് ചെയ്യും, ട്രാക്ക് ജോമെട്രീനെ ഡിസ്റ്റർബ് ചെയ്യും, പെർഫോമൻസ് ഓഫ് ദി ട്രാക്കിനെ ഇത് എഫക്ട് ചെയ്യും. ഓക്കെ, അപ്പം ഡീപ്പ് സ്ക്രീനിങ് നോർമലി നമ്മൾ ക്യാരി ഔട്ട് ചെയ്യുന്നത് അവിടെ ഒരു സ്പീഡ് റെസ്ട്രിക്ഷൻ കൊണ്ടുവരും. എന്ന് വെച്ചാൽ മൊത്തത്തിൽ ട്രാഫിക് ബ്ലോക്ക് വരുത്തി നമ്മൾ ചെയ്യത്തില്ല, ട്രാഫിക് ബ്ലോക്ക് ആക്കത്തില്ല. നമ്മൾ അവിടെ ആ ഒരു പോർഷനും കൂടെ പോകുമ്പോൾ നമ്മൾ ഈ ഒരു ഡീപ്പ് സ്ക്രീനിങ് ചെയ്യുന്ന വർക്ക് ചെയ്യുന്ന ആ ഒരു പോർഷൻ കൊണ്ട് ട്രെയിൻ പോവുകയാണെങ്കിൽ ഒരു സ്പീഡ് കുറച്ചിട്ട് വേണം പോകാൻ. ആ ഒരു സ്പീഡ് റെസ്ട്രിക്ഷനെ കൊടുക്കത്തുള്ളൂ, അല്ലാതെ ഇങ്ങനെ ട്രെയിൻ എല്ലാം അവിടെ വന്നിട്ട് ഇങ്ങനെ ബ്ലോക്ക് ആയി കിടക്കണം എന്ന് നമ്മൾ ചെയ്യത്തില്ല. അവിടെ ഒരു സ്പീഡ് റെസ്ട്രിക്ഷൻ ക്യാരി ഔട്ട് ചെയ്യും. ഓക്കെ, അപ്പം ഇറ്റ് ഈസ് ഡിസൈറബിൾ ടു പ്രൊസീഡ് വിത്ത് ഡീപ്പ് സ്ക്രീനിങ് ഇൻ എ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ടു ദി ഡാറ്റ് ഓഫ് ട്രാഫിക്. അപ്പം അവിടുത്തെ ട്രാഫിക് എങ്ങനെയാണോ അതിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും നമ്മൾ ഈ ഡീപ്പ് സ്ക്രീനിങ് ചെയ്ത് പോകുന്നത്. ഓക്കെ, അപ്പം ഇത് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ആവശ്യത്തിനുള്ള അഡ്വക്കേറ്റ് ക്വാണ്ടിറ്റി ഓഫ് ബലാസ്റ്റ് നമ്മൾ എക്സ്ട്രാ കൊണ്ടുവെക്കണം. പിന്നെ നെസസറി എക്യുപ്മെന്റ്സ്, ടൂൾസ്, പിന്നെ ഇതെല്ലാം ചെയ്യാനുള്ള റിക്വയർഡ് ലേബർ, ഇതെല്ലാം നേരത്തെ അറേഞ്ച് ചെയ്തിരിക്കണം. ഓക്കെ, പിന്നെ ഈ ഒരു വർക്ക് നമ്മൾ ഒരിക്കലും മൺസൂൺ സീസണിൽ ക്യാരി ഔട്ട് ചെയ്യത്തില്ല, കാര്യം വെള്ളത്തിന്റെ പ്രസൻസ് ഉള്ളപ്പോഴേക്കും ഇതോട് ചെയ്ത ആവശ്യം എല്ലാം കൂടെ കുഴഞ്ഞു പോകത്തേ ഉള്ളൂ അല്ലേ. ഓക്കെ, അടുത്തത് പർപ്പസ് ഓഫ് ഡീപ്പ് സ്ക്രീനിങ്. ഇതെല്ലാം ചെയ്യുന്നതിന്റെ ഒരു പർപ്പസ് എന്താണെന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞൊക്കെ തന്നെയാണ്. ഡ്രെയിനേജ് ഇംപ്രൂവ് ചെയ്യുക, ഇലാസ്റ്റിസിറ്റി ഇംപ്രൂവ് ചെയ്യുക, ട്രാക്ക് ജോമെട്രി മെയിൻറ്റെയിൻ ചെയ്യുക, ടു ഇംപ്രൂവ് ദി റണ്ണിങ് ഓഫ് ട്രാക്ക്, സ്മൂത്ത് റണ്ണിങ് കിട്ടണമെങ്കിൽ ഇതെല്ലാം ചെയ്താലേ നടക്കത്തുള്ളൂ. ഓക്കെ, അടുത്തത് പ്രിലിമിനറി വർക്ക്സ് ഫോർ ഡീപ്പ് സ്ക്രീനിങ്. ഇപ്പൊ ഡീപ്പ് സ്ക്രീനിങ് ചെയ്യുന്നതിന് മുന്നേ, അതിന്റെ പ്രൊസീജിയറിന് മുന്നേ നമ്മൾ കുറച്ച് പ്രിലിമിനറി വർക്ക് ചെയ്യണം. അതെന്തൊക്കെയാന്ന് നോക്കാം. ഒന്ന്, അറേഞ്ച്മെന്റ് ഓഫ് അഡീഷണൽ ബലാസ്റ്റ് അറ്റ് സൈറ്റ്. അഡീഷണൽ ആയിട്ട് ബലാസ്റ്റ് വേണ്ടി വരും, അപ്പോൾ അത് അറേഞ്ച് ചെയ്യുക. പിന്നെ സെസ് ടു ബി ബ്രോട്ട് അപ്പ് ടു കറക്റ്റ് ലെവൽ ഇൻ റിലേഷൻ ടു ദി ഫൈനൽ റെയിൽ ലെവൽ. ഓക്കെ, ഇപ്പോൾ റെയിൽ ലെവലിന് ഒരു ലോവർ ആയിട്ടായിരിക്കും നമ്മളിത് സെസ് കൊടുക്കുന്നത്. ചിലപ്പം നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാത്തതിൻ്റെ ഒരു അവസ്ഥ കാരണം സെസ്സിൻ്റെ ഒക്കെ ലെവലൊക്കെ മാറിയും തിരിഞ്ഞൊക്കെ ഇരിക്കും, ചിലപ്പോൾ കൂടിയും അല്ലെ കുറഞ്ഞൊക്കെ ഇരിക്കും. അത് കറക്റ്റ് ലെവലാക്കുക സെസ്സിൻ്റെ പോർഷൻ. പിന്നെ പെഗ്, ഈ ഫൈനൽ ആയിട്ടുള്ള റെയിൽ ലെവൽ നമ്മൾ ഫിക്സ് ചെയ്തിട്ടുണ്ടല്ലോ, റെയിൽ ലെവൽ, ആ റെയിൽ ലെവൽ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന രീതിയിൽ 30 മീറ്റർ മാറി ഒരു പെഗ് കൊടുക്കാം. പെഗ്സ് ഇങ്ങനെ 30 മീറ്റർ ഡിസ്റ്റൻസ് മാറി മാറി കൊടുക്കാം. പിന്നെ സ്ലീപ്പർ റിന്യൂവൽ ചെയ്യണം എങ്കിൽ അത് നമുക്ക് ചെക്ക് ചെയ്താലേ അറിയത്തുള്ളൂ. അങ്ങനെ ചെയ്യണമെങ്കിൽ അതും കൂടെ അഡ്വാൻസ് ആയിട്ട് ചെയ്തിരിക്കണം. ഓക്കെ, ഇനിയും നമുക്ക് അടുത്തത് പ്രൊസീജിയർ ഫോർ ഡീപ്പ് സ്ക്രീനിങ്. എന്തൊക്കെ പ്രൊസീജിയേഴ്സ് ഉണ്ട് ഈ ഒരു ഡീപ്പ് സ്ക്രീനിങ്ങിൽ. ഓക്കെ, ഒന്നുമില്ല, സിമ്പിളാണ്. നിങ്ങൾ ഈ ഒരു ഫിഗർ നോക്കി ഞാൻ കാര്യം പറയുന്നത് ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ, അപ്പം നോക്കിയേ, എ ഗ്രൂപ്പ് ഓഫ് 4 sleepers are tackled one at a time in sequence. As shown in figure 18.2, each of the sleepers numbered 1, 2, 3, 4, etc. is tackled individually. ഓക്കെ, അപ്പം അറ്റ് എ ടൈം നമ്മൾ ഒരൊറ്റ സ്ലീപ്പർ വെച്ചിട്ടാണ് ചെയ്തു പോകുന്നത്, ടാക്കിൾ ചെയ്ത് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഫിഗർ നിങ്ങൾക്ക് നോക്കിയേ, അപ്പം സ്ലീപ്പേഴ്സിന്റെ എണ്ണം കാണിച്ചിട്ടുണ്ട്, 1, 2, 3, 4. ഓക്കെ, അപ്പം അറ്റ് എ ടൈം നമ്മൾ 1 അതിന്റെ എങ്ങനെയാണെന്ന് വെച്ചാൽ കംപ്ലീറ്റ് ചെയ്യും, പിന്നെ 2 കംപ്ലീറ്റ് ചെയ്യും, 3 കംപ്ലീറ്റ് ചെയ്യും, അങ്ങനെയാണ്. അല്ലാതെ ഒരുമിച്ച് നമ്മൾ ചെയ്ത് പോകത്തില്ല. ഒരെണ്ണം ചെയ്ത് കംപ്ലീറ്റ് ചെയ്തിട്ട് വേണം അടുത്തോട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ. ഓക്കെ, അതുപോലെ തന്നെ ദ ബലാസ്റ്റ് ഫ്രം സ്പേസസ് എ ആൻഡ് ബി ഈസ് റിമൂവ്ഡ് റൈറ്റ് ഡൗൺ ടു ദി ഫോർമേഷൻ ആൻഡ് വുഡൻ ബ്ലോക്സ് ആർ പുട്ട് ഇൻ ഇറ്റ് സ്പേസ് ടു സപ്പോർട്ട് ദി ട്രാക്ക്. ഓക്കെ, അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണേ. അപ്പോൾ ആദ്യമേ നമ്മൾ ഈ എ എന്ന സ്പേസും ബി എന്ന സ്പേസിലുമുള്ള ഇവിടെ എന്താ ബലാസ്റ്റ് ഉണ്ടല്ലേ, ബലാസ്റ്റ് നമ്മൾ റിമൂവ് ചെയ്തെടുക്കും. എന്ന് വെച്ചാൽ അതിൻ്റെ ഫോർമേഷൻ്റെ ലെവൽ വരെ നമ്മൾ ഇവിടെ ഉള്ള ആ ബലാസ്റ്റ് നമ്മൾ റിമൂവ് ചെയ്യും. എന്നിട്ട് ഇവിടെ കൊണ്ട് ഇങ്ങനെ സാഗിങ് ഒന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടി നമ്മൾ ഇതിൻ്റെ ഇടയ്ക്ക്, കാരണം ബലാസ്റ്റ് എടുത്ത് മാറ്റിയല്ലോ, നമ്മൾ അതിനിടയ്ക്ക് എന്ത് വെക്കും, ഒരു വുഡൻ ബ്ലോക്സ് ഇതിന് രണ്ടിൻ്റെ ഇടയിൽ കൊണ്ടുവെക്കുക. ഓക്കെ, സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ആ ട്രാക്കിന്. എന്നിട്ട് the ballast is removed from under sleeper 1, screened, placed under the same sleeper and packed. ഓക്കെ, ഇത് രണ്ടും റിമൂവ് ചെയ്തല്ലോ, എന്നും ബിന്നും റിമൂവ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ നമ്മുടെ സ്ലീപ്പർ ഇല്ലേ, ഇതാണ് സ്ലീപ്പർ. സ്ലീപ്പറിന്റെ ഈ 1 എന്ന സ്ലീപ്പറിന്റെ താഴേന്ന്, അണ്ടറിൽ നിന്ന് നമ്മൾ എന്തെടുത്തു,
ഈ ബലാസ്റ്റും റിമൂവ് ചെയ്തു, എന്നിട്ട് അത് സ്ക്രീൻ ചെയ്യും, എന്നിട്ട് തിരിച്ച് ഈ 1 എന്ന സ്ലീപ്പറിന്റെ അണ്ടറിൽ തന്നെ കൊണ്ടുപോയി പ്ലേസ് ചെയ്തിട്ട് അത് പാക്ക് ചെയ്ത് വെക്കും. ഓക്കെ, അപ്പം അത്രയും ചെയ്തു. അപ്പം എന്തൊക്കെ ചെയ്തു? നമ്മൾ 4 സ്ലീപ്പർ അറ്റ് എ ടൈം നമ്മൾ ചെയ്യുമ്പോൾ അറ്റ് എ ടൈം ഒരു ഗ്രൂപ്പ് ഓഫ് 4 സ്ലീപ്പർ ഉണ്ടായിരിക്കും. അറ്റ് എ ടൈം ഓരോന്ന് വെച്ചായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഫിഗർ വരച്ചു കഴിഞ്ഞാൽ എയും ബി എന്ന സ്പേസിൽ നിന്ന് നമ്മൾ ബലാസ്റ്റ് ആദ്യം എടുത്ത് മാറ്റും. എന്നിട്ട് അവിടെ കൊണ്ട് നമ്മൾ വുഡൻ ബ്ലോക്സ് വെക്കും. എന്നിട്ട് 1ന്റെ താഴെ നിന്ന് നമ്മൾ ബലാസ്റ്റ് എടുത്ത് മാറ്റിയിട്ട് അത് സ്ക്രീൻ ചെയ്ത് തിരിച്ച് ഈ സെയിം സ്ലീപ്പറിന്റെ താഴെ കൊണ്ട് പ്ലേസ് ചെയ്യും. എന്നിട്ട് എന്താണ് പാക്ക് ചെയ്യുന്നത്, എന്നിട്ട് കറക്റ്റ് ആക്കി വെക്കും. ഓക്കെ, അപ്പോൾ അത്രയും മനസ്സിലായല്ലോ. എന്നിട്ട് ദ വുഡൻ ബ്ലോക്ക് ഈസ് റിമൂവ്ഡ് ഫ്രം സ്പേസ് എയിൽ നിന്ന് നമ്മൾ വുഡൻ ബ്ലോക്ക് റിമൂവ് ചെയ്യും. എന്നിട്ട് നമ്മുടെ സ്പേസ് സി ഉണ്ടല്ലോ, ഇവിടെ നിന്ന് നമ്മൾ ഇവിടെയും ബലാസ്റ്റ് ഉണ്ട്, ഡിയിലും ബലാസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇവിടെ നിന്നുള്ള ബലാസ്റ്റ് നമ്മൾ അവിടെ നിന്ന് റിമൂവ് ചെയ്തിട്ട് സ്ക്രീൻ ചെയ്യും. സ്ക്രീനിങ് എല്ലാം നടത്തിയിട്ട് ആ ബലാസ്റ്റ് നമ്മൾ എന്തെടുക്കും, എയുടെ ഇവിടെ കൊണ്ട് പ്ലേസ് ചെയ്യും, കറക്റ്റായിട്ട് പ്ലേസ് ചെയ്യും. ഓക്കെ, ഇനിയും അഡീഷണൽ ആയിട്ട് ബലാസ്റ്റ് എന്തെങ്കിലും വേണമെങ്കിൽ നമ്മൾ അഡീഷണൽ ബലാസ്റ്റ് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരിക്കും സൈറ്റിൽ, അതും കൂടെ കൊടുത്തിട്ട് കറക്റ്റായിട്ട് റെഡിയാക്കി വെക്കും. എന്നിട്ട് ഈ എയിൽ നിന്ന് നമ്മൾ റിമൂവ് ചെയ്ത വുഡൻ ബ്ലോക്ക് ഇല്ലേ, അത് നമ്മൾ സീൽ കൊണ്ടുവെക്കും. കാരണം ഇത് ഇവിടുത്തെ ബലാസ്റ്റെല്ലാം എടുത്ത് മാറ്റിയല്ലോ, അപ്പോൾ ഈ സീൽ കൊണ്ട് ആ ഒരു പോർഷനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി കൊണ്ടുവെക്കും. അത് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ എന്തൊക്കെ കംപ്ലീറ്റ് ചെയ്തു? എ കംപ്ലീറ്റ് ചെയ്തു, 1ന്റെ താഴത്തെയും കംപ്ലീറ്റ് ചെയ്തു. ഇനി എന്താ നമ്മൾ ചെയ്യാൻ പോകുന്നത്? ഈ 2 എന്ന സ്ലീപ്പിന് താഴെ എന്നുള്ള ബലാസ്റ്റ് ഇവിടെ ചെയ്ത പോലെ തന്നെ എടുത്തു, സ്ക്രീൻ ചെയ്തു, തിരിച്ച് ഇവിടെ തന്നെ പ്ലേസ് ചെയ്തു, 2ന്റെ അടിയിൽ തന്നെ പ്ലേസ് ചെയ്തു. ഓക്കെ, അപ്പോൾ അത് കറക്റ്റായി. ഇനിയും നമ്മൾ എന്താ എടുക്കുകയെന്ന് വെച്ചാൽ ഡി ഇല്ലേ, ഡിന്ന് സ്ലീപ്പർ ഡി എന്ന സ്പേസിന് അവിടെ നിന്നുള്ള ബലാസ്റ്റ് എടുത്തിട്ട് അത് നമ്മൾ സ്ക്രീൻ ചെയ്തിട്ട് ബി എന്ന അവിടെയുള്ള വുഡൻ ബ്ലോക്ക് മാറ്റിയിട്ട് അങ്ങോട്ട് നമ്മൾ കൊണ്ട് പ്ലേസ് ചെയ്യും. ഓക്കെ, അതാണ് അടുത്ത സ്ലൈഡ് പറയാൻ പോകുന്നത്. ഓക്കെ, ദ ബലാസ്റ്റ് അണ്ടർ സ്ലീപ്പർ 2 ആണ് റിമൂവ് ചെയ്തത്, ക്ലീൻ ചെയ്ത് ഇവിടെ ഇട്ടു എന്ന് പറഞ്ഞു. ഇനിയും ബലാസ്റ്റ് ഫ്രം സ്പേസ് ഡി റിമൂവ് ചെയ്ത് സ്ക്രീൻ ചെയ്തിട്ട് ഇവിടെ കൊണ്ട് പ്ലേസ് ചെയ്യും. ഒരു എക്സ്ട്രാ ബലാസ്റ്റ് വേണമെങ്കിൽ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ടാക്കി അതും കൂടെ യൂസ് ചെയ്യാം. എന്നിട്ട് ഇവിടെ നിന്ന് എടുത്ത വുഡൻ ബ്ലോക്ക് നമ്മൾ ഡീനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ വെച്ചു. ഓക്കെ, ഇനി എന്താണ് അടുത്ത 3 റെഡി ആക്കണം. 3 എന്നുള്ളടുത്ത് സ്ക്രീൻ ചെയ്ത് തിരിച്ച് വെച്ചു. എന്നിട്ട് ഇ എന്ന സ്പേസിൽ നിന്നുള്ളത് നമ്മൾ അവിടുത്തെ ബലാസ്റ്റ് ക്ലീൻ ചെയ്തിട്ട് ഇവിടെ കൊണ്ടുവച്ചു. അങ്ങനെ ഈ ഒരു പ്രൊസീജിയർ റിപ്പീറ്റ് ചെയ്ത് ഏത് സെക്ഷൻ വരെയാണോ നമുക്ക് ചെയ്യാനുള്ളത് അവിടെ വരെ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതാണ് ഡീപ്പ് സ്ക്രീനിങ്ങിന്റെ പ്രൊസീജിയർ. ഓക്കെ, ഫിഗർ വെച്ചിട്ട് നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്താൽ മതി, നിങ്ങൾക്ക് എഴുതാൻ പറ്റും. ഓക്കെ, പിന്നെ പറയുന്നത് ദ ട്രാക്ക് ഈസ് ഓൾസോ ലിഫ്റ്റഡ് ഇഫ് റിക്വയർഡ്. അപ്പോൾ ഈ ട്രാക്ക് എവിടെയെങ്കിലും ലിഫ്റ്റ് ചെയ്യേണ്ടി വരുന്നുണ്ടെങ്കിൽ അത് നമ്മൾ ലിഫ്റ്റ് ചെയ്യും. അപ്പം അറ്റ് എ ടൈം 50 mm എന്ന റേറ്റിലായിരിക്കും നമ്മളിത് ലിഫ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ ഇറ്റ് ഷുഡ് ബി എൻഷുർ ദാറ്റ് ദി പാക്കിംഗ്, ക്രോസ് ലെവൽ ആൻഡ് ഗ്രേഡിംഗ് ഓഫ് ആർ സാറ്റിസ്ഫാക്ടറി ബിഫോർ ക്ലോസിംഗ് ദി ഡേയ്സ് വർക്ക്. ഓക്കെ, അപ്പം നമ്മൾ ഡീപ്പ് സ്ക്രീനിങ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോഴേ നമ്മൾ നോക്കണം എല്ലാം പാക്ക് ചെയ്തത് കറക്റ്റ് ആണോ, ക്രോസ് ലെവൽ എന്ന് വെച്ചാൽ ട്രാക്കുകൾ റെയിലുകൾ തമ്മിലുള്ള ലെവൽ ഉണ്ടല്ലോ അത് കറക്റ്റ് ആണോ, പിന്നെ ഗ്രേഡിയൻ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഗ്രേഡിയൻ്റ് എല്ലാം കറക്റ്റ് ആയിട്ടാണോ കൊടുത്തിരിക്കുന്നത്, അല്ലെങ്കിൽ പ്ലെയിൻ ആയിട്ട് ആണെങ്കിൽ പ്ലെയിൻ എന്നുള്ളത് അതിൻ്റെ ലെവൽ കറക്റ്റ് ആണോ, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്യണം. അന്നത്തെ ദിവസത്തെ വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുന്നേ ഇതെല്ലാം ഒന്ന് ചെക്ക് ചെയ്യുക. കാര്യം അടുത്ത ദിവസം നമ്മൾ പുതിയ വർക്കായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്, അപ്പോൾ ഇത് പിന്നെ വന്ന് ചെയ്യാന്ന് പറയുന്നത് ബുദ്ധിമുട്ടായിരിക്കും. അപ്പം ഒരു ഡേയിൽ ഈ ഡീപ്പ് സ്ക്രീനിങ് ചെയ്ത് കഴിയുമ്പോഴേക്കും ബാക്കി കാര്യങ്ങളെല്ലാം കറക്റ്റ് ആണെന്ന് ചെക്ക് ചെയ്തിട്ട് വേണം ആ ഒരു ഡേയിലെ വർക്ക് ക്ലോസ് ചെയ്യാൻ. ഓക്കെ, പിന്നെ ഈ പറഞ്ഞ വർക്കെല്ലാം നമ്മൾ ചെയ്യുന്നത് ഇൻ ദി പ്രസൻസ് ഓഫ് സർട്ടിഫൈഡ് എഞ്ചിനീയേഴ്സിന്റെ പ്രസൻസിലായിരിക്കും ഈ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇതായിരുന്നു ഡീപ്പ് സ്ക്രീനിങ്. അടുത്തത് പിക്കിംഗ് അപ്പ് സ്ലാക്സ്. ഓക്കെ, സ്ലാക്സ് എന്ന് വെച്ചാൽ ആർ ദോസ് പോയിന്റ്സ് ഇൻ ദി ട്രാക്ക് വേർ ദി റണ്ണിങ് ഓഫ് ട്രെയിൻ ഇസ് ഫോൾട്ടി ഓർ സബ് സ്റ്റാൻഡേർഡ്. ഓക്കെ, അപ്പോൾ ട്രാക്കിലുള്ള ഡിഫക്റ്റ് ഉള്ള പോയിന്റ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, സ്ലാക്സ് എന്ന് പറയുന്നത്. ഡിഫക്റ്റ് ഉണ്ടായിരിക്കും, അപ്പം നമ്മൾ ട്രെയിൻ അതിൽ കൂടെ റൺ ചെയ്താൽ അത് ഫോൾട്ടി ആയിരിക്കും, അല്ലെങ്കിൽ സബ് സ്റ്റാൻഡേർഡിലായിരിക്കും, അധികം സ്മൂത്ത് ആയിട്ടായിരിക്കില്ല. അപ്പം അങ്ങനെ ട്രാക്കിലുള്ള ഈ പ്രശ്നമുള്ള പോയിന്റ്സിനെയാണ് നമ്മൾ സ്ലാക്ക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ പിക്കിംഗ് അപ്പ് ഓഫ് സ്ലാക്ക് എന്ന് പറയുമ്പോൾ സ്ലാക്ക് എവിടെയൊക്കെ ഉണ്ടെന്ന് കണ്ടുപിടിച്ചിട്ട് ആ കണ്ടുപിടിക്കുന്നതിനെയാണ് നമ്മൾ പിക്കിംഗ് അപ്പ് ഓഫ് സ്ലാക്ക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സ്ലാക്സ് ആർ ജനറലി ഒക്വർ ഇൻ ദി ഫോളോയിങ് കേസസ്. ഈ പറയുന്ന കേസസിലൊക്കെയാണ് സ്ലാക്ക് ഉണ്ടാകുന്നത്. നോക്കാം. സ്ട്രെച്ചസ് ഓഫ് ഈൽഡിങ് ഫോർമേഷൻ എന്ന് വെച്ചാൽ നമ്മുടെ ഫോർമേഷൻ ഉണ്ടല്ലോ, ഈ റെയിൽവേ ട്രാക്കിൽ ഇരിക്കുന്ന ഫോർമേഷൻ, അവിടെ ഈൽഡിങ് നടക്കുമ്പോൾ നമ്മുടെ റെയിൽവേ ട്രാക്കിൽ സ്ട്രെച്ചസ് ഉണ്ടാകും, അപ്പോൾ അവിടെ ഒരു സ്ലാക്ക് ഉണ്ടാകുന്നുണ്ടോ. പിന്നെ പൂർലി മെയിൻറ്റെയിൻ ആയിട്ടുള്ള സെക്ഷൻ ആണെങ്കിൽ എന്ന് വെച്ചാൽ ലൂസ് പാക്കിങ്, ബാഡ് അലൈൻമെന്റ്, ഇംപ്രോപ്പർ ലോഞ്ചിറ്റ്യൂഡൽ ആൻഡ് ക്രോസ് ലെവലൊക്കെ ആണെങ്കിൽ അവിടെയും
സ്ലാക്ക് ഉണ്ടാവും. പിന്നെ നമ്മുടെ ഈ കേവ്സിലെ അത് ഇംപ്രോപ്പർ ആയിട്ടാണ് അലൈൻ ചെയ്തിരിക്കുന്നതെങ്കിൽ അവിടെ സ്ലാക്ക് ഉണ്ടാവും. പിന്നെ ലെവൽ ക്രോസിങ്സ്, ബ്രിഡ്ജസ്, അതിൻ്റെയൊക്കെ അപ്രോച്ചസ് എന്ന് പറയുന്നത് ചിലപ്പോൾ സാഗ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ സ്ലാക്ക് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് റെയിൽവേ ട്രാക്കിൽ. പിന്നെ പ്രോപ്പർ ഡ്രെയിനേജ് ചെയ്തില്ലെങ്കിൽ, അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ക്ലീൻ ബലാസ്റ്റിന്റെ കുഷൻ അവൈലബിൾ അല്ലെങ്കിൽ ഈ ഓരോ ട്രാക്കിന് താഴെ ആവശ്യത്തിനുള്ള സെക്ഷൻസ് ബലാസ്റ്റിന്റെ സെക്ഷൻസ് ഇല്ലെങ്കിലും എന്താണ് അത് ആ ട്രാക്കിൽ അതിന്റെ ഒരു ഡിഫക്റ്റ് കാണും. ഓക്കെ, ഇതുപോലത്തെ മിസ്ലേനിയസ് റീസൺസ് കാരണമൊക്കെയാണ് റെയിൽവേ ട്രാക്കിൽ ഇങ്ങനെ പറഞ്ഞ സ്ലാക്സ് ഫോം ചെയ്യുന്നത്. അതുകൊണ്ട് ട്രെയിനിന്റെ മൂവ്മെന്റിനെ, അത് സ്മൂത്ത് ആയിട്ടുള്ള മൂവ്മെന്റിനെ അത് എഫക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇൻ എവറി വർക്കിംഗ് സീസൺ എന്ന് വെച്ചാൽ ഓരോ വർക്ക് ചെയ്യുന്ന സീസൺ ഉണ്ടല്ലോ, ആ സീസണിലെ ഒരാഴ്ചയിലെ കുറച്ച് ദിവസം ഇങ്ങനത്തെ സ്ലാക്സ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ കൊടുക്കണം. ഓക്കെ, അതാണ് എഴുതിക്കുന്നത്. ഇൻ എവറി വർക്കിംഗ് സീസൺ എ സർട്ടൺ നമ്പർ ഓഫ് ഡേയ്സ് ഇൻ ഈച്ച് വീക്ക് ആർ അലൗഡ് ടു പിക്കിംഗ് അപ്പ് സ്ലാക്സ് ഡിപ്പെൻഡിങ് അപ്പോൺ ദി മൺസൂൺ പാറ്റേൺ ആൻഡ് അതർ ലോക്കൽ കണ്ടീഷൻ. ഓക്കെ, മൺസൂൺ പാറ്റേൺ അല്ലെങ്കിൽ അതുപോലത്തെ വേറെ ലോക്കൽ കണ്ടീഷൻസ് ഒക്കെ നോക്കിയിട്ട് വൺസ് ഇൻ എ വീക്ക്, ഒരു വീക്കിലെ വൺസ് മാത്രമല്ല 2-3 ദിവസം നമ്മൾ ഇങ്ങനത്തെ സ്ലാക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ കൊടുക്കണം. ഓക്കെ, അപ്പം ഹൗഎവർ നോ ത്രൂ പാക്കിംഗ് ഇസ് ഡൺ ഡ്യൂറിങ് ദി റെയിനി സീസൺ. അത് നമ്മൾ നേരത്തെ പറഞ്ഞത് റെയിനി സീസണിൽ നമ്മൾ ത്രൂ പാക്കിംഗ് എന്നൊരു പ്രോസസ് ഒന്നും ചെയ്യത്തില്ല. ആൻഡ് സ്ലാക്സ് ആർ ഓൺലി പിക്ഡ് അപ്പ് ഇൻ ഓർഡർ ടു കീപ് ദി ട്രാക്ക് സേഫ് ആൻഡ് ഇൻ ഗുഡ് കണ്ടീഷൻ. അതുപോലെ തന്നെ സ്ലാക്ക് നമ്മൾ കണ്ടുപിടിക്കുന്നത് ആ ഒരു ട്രാക്ക് സേഫ് ആക്കി വെക്കാനും പിന്നെ ഗുഡ് റണ്ണിങ് കണ്ടീഷനിൽ ഫോളോ ചെയ്യാനുമാണ്. പിന്നെ ഇൻ ഏരിയാസ് വിത്ത് ലെസ് ദാൻ 750 mm ഓഫ് റെയിൻഫോൾ ദ അലോട്ടഡ് ടൈം മേ നോട്ട് ബി യൂസ് ടു അറ്റൻഡ് ദി സ്ലാക്ക് ബട്ട് ഓൾസോ ടു ക്യാരി ഔട്ട് ദി ത്രൂ പാക്കിംഗ്. ഓക്കെ, അപ്പം പക്ഷെ അധികം റെയിൻഫോൾ ഇല്ലാത്ത സ്ഥലം എന്ന് വെച്ചാൽ 750 mm താഴെയാണ് റെയിൻഫോൾ ഉള്ള ഏരിയ ആണെങ്കിൽ അവിടെ സ്ലാക്കിന് കൊടുക്കുന്ന ഒരു ടൈം ഉണ്ടായിരിക്കും. മൊത്തത്തിൽ സ്ലാക്കിന് മാത്രമല്ല ആ ടൈമിന് നമ്മൾ ത്രൂ പാക്കിങ്ങും ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പം ഡ്യൂറിങ് പിക്കിംഗ് അപ്പ് സ്ലാക്ക് ഇറ്റ് മേ ബി നെസറി ടു പാക്ക് ഓൺലി ഫോളോയിങ്. അപ്പം ഈ സ്ലാക്സ് കണ്ടുപിടിക്കുമ്പം ആ ഒരു ഡിഫക്റ്റ് അവിടെ ഉണ്ടാകാൻ മെയിൻ കാര്യം എന്ന് പറയുന്നത് പാക്കിംഗ് ഒന്നും ശരിയാകാത്തതുകൊണ്ടായിരിക്കും. ഓക്കെ, അപ്പം ഈ പറയുന്ന സ്ഥലത്തെ പാക്കിംഗ് ഒക്കെ ആയിരിക്കും നമ്മൾ ചെക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ റെഡി ആക്കുന്നത്. ഒന്ന് ജോയിന്റ് സ്ലീപ്പർ എന്ന് വെച്ചാൽ ഈ ജോയിൻ ഉണ്ടാകത്തില്ല റെയിൽസ് തമ്മിലുള്ള, ആ റെയിൽസ് തമ്മിൽ ജോയിൻ ചെയ്യുന്ന പോർഷനിൽ നമ്മളൊരു സ്ലീപ്പർ കൊടുക്കും. അപ്പം അത് പോയി ചെക്ക് ചെയ്യുക, കാര്യങ്ങളൊക്കെ ശരിയല്ലെങ്കിൽ അത് റെക്ടിഫൈ ചെയ്യുക. പിന്നെ ആൻഡ് അതർ 2 സ്ലീപ്പേഴ്സ് ഓൺ ഐദർ സൈഡ്. ഈ ആ ജോയിന്റിന്റെ അവിടെ വരുന്ന സ്ലീപ്പർ കൂടാതെ അതിന്റെ അപ്പുറം ഇപ്പുറം ഉള്ള ബാക്കി 2 സ്ലീപ്പേഴ്സിന്റെയും അവിടെയും പാക്കിംഗ് കറക്റ്റ് ആക്കുക. പിന്നെ എ ഫ്യൂ സ്ലീപ്പേഴ്സ് ഇൻ അപ്രോച്ച് ഓഫ് ലെവൽ ക്രോസിംഗ്സ് ആൻഡ് ബ്രിഡ്ജസ്. ഈ ലെവൽ ക്രോസിംഗും ബ്രിഡ്ജസും എത്തുന്നതിന് ഒരു പോർഷൻ ഉണ്ടല്ലോ, അപ്രോച്ച്, അവിടെയുള്ള കുറച്ച് സ്ലീപ്പേഴ്സ് ഒക്കെ നമ്മൾ പാക്ക് ചെയ്യുക എന്ന് വെച്ചാൽ കറക്റ്റായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, ബലാസ്റ്റ് എല്ലാം കറക്റ്റ് ആണോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ത്രൂ പാക്കിംഗ് ചെയ്തില്ലേ ആ കാര്യങ്ങളൊക്കെ ഇവിടെയും ചെയ്യുക. പിന്നെ സ്ട്രെച്ചസ് ഓഫ് ട്രാക്ക് റണ്ണിങ് റഫ് ആസ് റിലീവ്ഡ് ഫ്രം ഇൻസ്പെക്ഷൻ നോട്ട്സ് എന്ന് വെച്ചാൽ ഇൻസ്പെക്ഷൻ ചെയ്തപ്പോൾ നമ്മൾ കണ്ടായിരിക്കും ഇന്ന പോർഷനിൽ ട്രാക്ക് ഭയങ്കര റഫാണ്, ആ ഒരു പോർഷനിൽ പോയിട്ട് അത് റെക്ടിഫൈ ചെയ്യുക. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഒരു റെമഡിയൽ മെഷേഴ്സ് ആയിട്ട് നമ്മൾ പിക്കിംഗ് അപ്പ് സ്ലാക്സിൽ ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്ത പോർഷൻ എന്ന് പറയുന്നത് ഐറ്റംസ് ഓഫ് ട്രാക്ക് മെയിൻ്റെനൻസ് ആണ്. നിങ്ങളുടെ സിലബസിൽ എടുത്ത് പറയുന്നുണ്ട്. അപ്പം ഐറ്റംസ് ഓഫ് ട്രാക്ക് മെയിൻ്റെനൻസ് പറയുമ്പം ഈ ട്രാക്ക് മെയിൻ്റെനൻസിൽ എന്തൊക്കെ അതിൽ ഇൻക്ലൂഡഡ് ആകുന്നുണ്ട്. ഒന്ന്, സർഫസ് ഓഫ് ദി റെയിൽ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യേണ്ടി വരും, ട്രാക്ക് അലൈൻമെന്റ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടി വരും, ഗേജ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടി വരും, പ്രോപ്പർ ഡ്രെയിനേജ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടി വരും, ട്രാക്ക് കമ്പോണൻസ്, ബ്രിഡ്ജസ്, അതിൻ്റെ അപ്രോച്ചസ്, ഇതെല്ലാം നമുക്ക് ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെ റോളിംഗ് സ്റ്റോക്ക്, പോയിന്റ്സ് ആൻഡ് ക്രോസിങ്സ്, ലെവൽ ക്രോസിങ്സ്, ടണൽസ് ഒക്കെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യേണ്ടി വരും. ഇതിൽ ആ ലാസ്റ്റത്തെ ഞാൻ ബോൾഡായിട്ട് കാണിച്ചിരിക്കുന്നുണ്ടോ, റോളിംഗ് സ്റ്റോക്ക്, പോയിന്റ്സ് ആൻഡ് ക്രോസിങ്സ്, ലെവൽ ക്രോസിങ്സ്, ടണൽസ്, അവിടെയൊക്കെ നമ്മൾ ചെയ്യുന്ന ഒരു മെയിൻ്റെനൻസ് വർക്ക് എങ്ങനെയാണെന്ന് നമുക്ക് ഇന്ന് നോക്കാം. ഓക്കെ, ബാക്കിയുള്ളത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. അപ്പോൾ ഈ പറഞ്ഞ 4 നമുക്ക് നോക്കാം. അപ്പം 7th 1 ആയിരുന്നു അത്. അപ്പം മെയിൻ്റെനൻസ് ഓഫ് റോളിംഗ് സ്റ്റോക്ക് എങ്ങനെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാമെന്നുള്ളത്. അപ്പം റോളിംഗ് സ്റ്റോക്ക് എന്ന് പറയുമ്പോൾ അതിൽ എന്തൊക്കെ വരും, ആ ലോക്കോമോട്ടീവ് എന്ന് വെച്ചാൽ നമ്മുടെ എൻജിൻ പോർഷൻ വരും, പിന്നെ ഓരോ കോച്ചസ് വരും, വാഗൺസ് ഒക്കെ വരും. ഓക്കെ, അപ്പോൾ ഇതെല്ലാം ഗുഡ് കണ്ടീഷൻ ആണ്, വർക്കിംഗ് കണ്ടീഷൻ ആണെന്ന് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പം ഈ റോളിംഗ് സ്റ്റോക്കിന് മെയിൻറ്റെയിനിങ്ങിൽ വരുന്ന എന്തൊക്കെ മെഷേഴ്സ് ആണെന്ന് നോക്കാം. ഒന്ന്, ഈ ഒരു റോളിംഗ് സ്റ്റോക്ക് എന്ന് പറയുമ്പം എന്താണ്, കുറേ പാർട്സ് കാണുമല്ലേ, റെസിപ്രോക്കേറ്റിംഗ് പാർട്സ്, ഈ കണക്ഷൻസ് ഒക്കെ, ബിയറിങ്സ് ഒക്കെ കാണും. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ സ്യൂട്ടബിൾ ലൂബ്രിക്കൻ്റ് കൊണ്ടുപോയിച്ച് അങ്ങനെ റെഗുലർലി ലൂബ്രിക്കേഷൻസ് ചെയ്യണം. പിന്നെ അടുത്തത്, റോളിംഗ് സ്റ്റോക്കിൽ പല പാർട്സ് കാണും. ഇതെല്ലാം നമ്മൾ എവറി ഡേ ക്ലീൻ ചെയ്യേണ്ടതൊക്കെ ആണെങ്കിൽ അത് എവറി ഡേ തന്നെ ക്ലീൻ ചെയ്യണം.
പിന്നെ നമ്മുടെ ഈ ലോക്കോമോട്ടീവ് അല്ലെങ്കിൽ റോളിംഗ് സ്റ്റോക്കിൽ ആക്സിൽസ് ഉണ്ടല്ലോ, വീലിന്റെ ആക്സിൽസ്, അതിനൊരു സർവീസ് ലൈഫ് പറയുന്നുണ്ടായിരിക്കും. അപ്പം അത് അത്രയും നാൾ കഴിഞ്ഞറിയുമ്പോൾ പുതിയത് വെച്ചിട്ട് റീപ്ലേസ് ചെയ്യണം. ഓക്കെ. പിന്നെ റോളിംഗ് സ്റ്റോക്സിന് ചില പാർട്സ് ഒക്കെ ചിലപ്പം വോൺ ഔട്ട് ആയി പോയിട്ടുണ്ടായിരിക്കും, അത് ഇമീഡിയറ്റ്ലി തന്നെ റീപ്ലേസ് ചെയ്യുക. പിന്നെ ലോക്കോമോട്ടീവിനുള്ളിൽ ബോയിലേഴ്സ് കാണും, അതിന് 15 വർഷം കൂടുമ്പോൾ അത് റിന്യൂ ചെയ്യണം. അതുപോലെ തന്നെ പാസഞ്ചർ വെഹിക്കിൾ എന്ന് പറഞ്ഞാൽ അതിനൊരു യൂസ്ഫുൾ ലൈഫ് കഴിയുമ്പം അത് ഡിസ്കാർഡ് ചെയ്യണം എന്നാണ്. എന്ന് വെച്ചാൽ അത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റാത്ത 15 അതിൻ്റെ ഒരു യൂസ്ഫുൾ ലൈഫ്, അത് നോർമലി അത് 30 years എന്നാണ് പറയുന്നത്. പക്ഷെ 30 years കഴിഞ്ഞിട്ടും ഒരു പർട്ടിക്കുലർ വെഹിക്കിൾ അധികം പ്രശ്നങ്ങളൊന്നും ഇല്ല എങ്കിൽ, വോൺ ഔട്ട് ഒന്നും അധികം ആയിട്ടില്ലെങ്കിൽ, അതിനെ എന്താ ചെയ്യുന്നത് വെച്ചാൽ റീഅസംബിൾ ചെയ്യുക, ഒന്നും കൂടെ ഒക്കെ ഒന്ന് മോഡിഫൈ ചെയ്ത് റീഅസംബിൾ ചെയ്യുക. ഓക്കെ. അപ്പം ഈ പറഞ്ഞതൊക്കെയാണ് നമ്മൾ റോളിംഗ് സ്റ്റോക്കിൽ ചെയ്യുന്ന മെയിൻ്റനൻസ്. ഓക്കെ. അപ്പോൾ സിമ്പിൾ അല്ലേ? ഒന്ന് ആ പോയിന്റ്സ് ഒക്കെ ഒന്ന് റെഡിയാക്കി എഴുതി വെച്ചാൽ മതി. ലൂബ്രിക്കേഷൻസ്, ക്ലീനിങ് ഓഫ് പാർട്സ്, പിന്നെ ആക്സിയൽ റീപ്ലേസ് ചെയ്യുക, പാർട്സ് ഓഫ് ദി റോളിംഗ് സ്റ്റോക്ക് റീപ്ലേസ് ചെയ്യുക, ലോക്കോമോട്ടീവ് ബോയിലേഴ്സ് 15 years കൂടുമ്പോൾ മെയിൻറ്റെയിൻ ചെയ്യുക, അതുപോലെ റിന്യൂ ചെയ്യുക, പാസഞ്ചർ വെഹിക്കിൾ ഡിസ്കാർഡ് ചെയ്യുക 30 years കഴിഞ്ഞാൽ, വലിയ പ്രശ്നമില്ലെങ്കിൽ അതിനെ റീഅസംബിൾ ചെയ്യുക. അങ്ങനെ പോയിന്റ്സ് എഴുതി വായിച്ചിട്ട് പഠിച്ചാൽ മതി. ഓക്കെ. അടുത്തത് പോയിന്റ്സ് ആൻഡ് ക്രോസിങ്സിൽ ചെയ്യേണ്ട മെയിൻ്റെനൻസ് എന്തൊക്കെയാണെന്നുള്ളതാണ്. ഓക്കെ. അപ്പോൾ ഒന്ന്, ദ ഗേജ് ഷുഡ് ബി പെർഫെക്റ്റ് അറ്റ് ഓൾ പ്ലേസസ് എക്സെപ്റ്റ് ദി ടോ. അപ്പൊ ടോ പോർഷൻ ഇല്ലേ, ടോ പോർഷൻ അല്ലാതെ ബാക്കി എല്ലായിടത്തും ഈ ഗേജ് ഉണ്ടല്ലോ, ഏതാ റെയിൽസ് തമ്മിലുള്ള ആ ഒരു ഡിസ്റ്റൻസ്, അത് പെർഫെക്റ്റ് ആയിരിക്കണം, ഭയങ്കര കറക്റ്റ് ആയിരിക്കണം. ടോയുടെ അവിടെ മാറിയാലും കുഴപ്പമില്ല, കാര്യം നമ്മൾ അവിടുന്ന് അടുത്ത ട്രാക്കിലോട്ട് ചാടുന്ന ഒരു പോർഷൻ ആണല്ലോ. അപ്പം അവിടെ അത്ര പെർഫെക്റ്റ് ആണെന്നില്ല, ബാക്കി എല്ലായിടത്തും പെർഫെക്റ്റ് ആയിരിക്കണം. പിന്നെ നമ്മുടെ പോയിന്റ് റെയില്, അതുപോലെ തന്നെ ക്രോസിങ്സ്, അവിടെയൊക്കെ നമ്മുടെ റെയിലിന്റെ ടോപ്പിലും അതുപോലെ സൈഡിലൊക്കെ എന്തെങ്കിലും വിയറൊക്കെ ഉണ്ടായിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം, എക്സാമിൻ ചെയ്യണം. പിന്നെ ക്രീപ്പ് ഓഫ് ദി റെയിലില്ലേ, അത് നമ്മൾ പ്രിവെന്റ് ചെയ്യണം, അതിന് ക്രീപ്പ് ആങ്കേഴ്സ് വെച്ചിട്ട് അത് പ്രിവെന്റ് ചെയ്യാം. പിന്നെ ടേൺ ഔട്ടിന്റെ റേഡിയായി, അതുപോലെ തന്നെ അതിന്റെ ലീഡൊക്കെ ചെക്ക് ചെയ്യണം. പിന്നെ ചെക്ക് റെയില്, വിങ് റെയില്, ടങ് റെയില്, ഇതൊക്കെ ഇത് തമ്മിലുള്ള ക്ലിയറൻസ് എല്ലാം കറക്റ്റ് ആയിട്ടാണോ ഇരിക്കുന്നത്, ആ വാല്യൂസ് ഒക്കെ കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യുക. സ്ലീപ്പേഴ്സ് പീരിയോഡിക്കലി റീപ്ലേസ് ചെയ്യുക, ഈ പോയിന്റ് ആൻഡ് ക്രോസിങ്സിലുള്ളത്. പിന്നെ ബോൾട്ട് ഇല്ലേ, ബോൾട്ട്, അവിടെ കുറേ ബോൾട്ടൊക്കെ ഉണ്ടായി, ഫിറ്റിങ്സ് കാണും, അതെല്ലാം ഡെയിലി പോയിട്ട് ടൈറ്റ് ചെയ്യുക. പിന്നെ എന്താണ്, ബലാസ്റ്റ് റീപാക്ക് ചെയ്യണമെങ്കിൽ, എന്ന് വെച്ചാൽ പൊടിഞ്ഞൊക്കെ പോയിട്ടുണ്ടായിരിക്കും, അത് പീരിയോഡിക്കലി നമ്മൾ അത് റീപാക്ക് ചെയ്യുക, സ്ക്രീനൊക്കെ ചെയ്യുക. ഓക്കെ. പിന്നെ അഡ്വക്കേറ്റ് ഡ്രെയിനേജ് മസ്റ്റ് ബി മെയിൻറ്റെയിൻ, ആവശ്യത്തിനുള്ള ഡ്രെയിനേജ് ഒക്കെ എല്ലാം പോയിന്റ്സിൽ മെയിൻറ്റെയിൻ ചെയ്യണം. പിന്നെന്താണ്, ഈ ഇന്റർലോക്കിംഗ് കണക്ഷൻസ് ഒക്കെ വരുന്നിടത്തൊക്കെ ബലാസ്റ്റിലാണ് വന്ന് കയറി കിടപ്പുണ്ടായിരിക്കും, ഈ ട്രെയിൻ മൂവ്മെന്റ് കാണും, അതൊക്കെ ബലാസ്റ്റ് ഫ്രീ ആക്കുക, ബലാസ്റ്റ് എല്ലാം ക്ലീൻ ചെയ്ത് മാറ്റിയെടുക്കുക. ഓക്കെ. ഇതൊക്കെയാണ് പോയിന്റ്സ് ആൻഡ് ക്രോസിങ്സിൽ നമ്മൾ ചെയ്യുന്ന മെയിൻ്റെനൻസ് മെഷേഴ്സ്. ഓക്കെ. അടുത്തത് മെയിൻ്റെനൻസ് ഓഫ് ലെവൽ ക്രോസിങ്സ്. ലെവൽ ക്രോസിങ്സ് എന്താണ്? ഇത് ഇങ്ങനത്തെ അല്ലേ, ഫിഗർ നോക്കിയേ, റോഡും ട്രെയിനിന്റെ ട്രാക്കും കൂടെ ഒരുമിച്ച് വരുന്ന സ്ഥലത്ത് നമുക്ക് ക്രോസ് ചെയ്യുന്ന ആ പോർഷനാണല്ലേ നമ്മൾ ലെവൽ ക്രോസിങ്സ് എന്നൊക്കെ പറയുന്നത്. അവിടെ നമ്മൾ എന്തൊക്കെ മെയിൻ്റെനൻസ് ചെയ്യണം നോക്കാം. ഓക്കെ. അപ്പം ഇൻ ലെവൽ ക്രോസിങ്സ് ദ റോഡ് ഈസ് കെപ്റ്റ് അറ്റ് റെയിൽ ലെവൽ. അത് ശരിയാണല്ലോ അല്ലേ, റെയിലിന്റെ ലെവലിൽ തന്നെയല്ലേ അവിടുത്തെ റോഡ് വരുന്നത്, എന്നാലല്ലേ കയറി ഇങ്ങനെ പോരാൻ പറ്റത്തുള്ളൂ, നമുക്ക് ക്രോസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇപ്പൊ ഒരു കാറിൽ കൂടെ അല്ലെങ്കിൽ ബൈക്കിൽ വരുമ്പോൾ ആ റെയിലിന്റെ ലെവലും അവിടുത്തെ റോഡ് സർഫസും ഒരേ ലെവലാണെങ്കിൽ അല്ലേ കറക്റ്റ് അതിൽ കൂടെ ഇങ്ങനെ കയറി പോരാൻ പറ്റത്തുള്ളൂ. അപ്പം അങ്ങനെ ആയിരിക്കുമല്ലോ ലെവൽ ക്രോസിങ്സിൽ കാണുന്നത്. ആൻഡ് ദി ഗ്രൂവ്സ് ആർ ലെഫ്റ്റ് ഇൻ ദി റോഡ് സർഫസ് അലോങ് ദി ഇന്നർ എഡ്ജസ് ഓഫ് ദി റെയിൽ ഫോർ ദി വീൽ ഫ്ലാഞ്ചസ്. അതുപോലെ റോഡ് സർഫസിൽ നമ്മളിങ്ങനെ ഒരു ഗ്രൂവ് കൊടുക്കും. നിങ്ങൾക്ക് ഈ ഫിഗർ കാണാം, ആ റോഡിന്റെ അതിൽ കൂടെ പോകുന്നിടത്ത് ഇങ്ങനെ ചെറിയൊരു ഗ്രൂവിനുള്ളിൽ കൂടെ അല്ലേ ആ ഇന്നർ റെയിൽ പോകുന്നത്. വീൽ ഫ്ലാഞ്ചസ്, ട്രെയിനിന്റെ വീൽ ഫ്ലാഞ്ചസ് അതിൽ കൂടെ ആയിരിക്കും പോകുന്നത്. ദീസ് ഗ്രൂവ്സ് ആർ പ്രൊവൈഡഡ് ബൈ മീൻസ് ഓഫ് ഗാർഡ് റെയിൽ. ഗാർഡ് റെയിൽ ആയിരിക്കും അവിടെ കൊടുത്തിരിക്കുന്നത്. ആൻഡ് ദി ഗാർഡ് റെയിൽസ് ആർ യൂഷ്വലി സ്പൈക്ഡ് ടു വുഡൻ സ്ലീപ്പ്. എന്നിട്ട് അത് വുഡൻ സ്ലീപ്പിലോട്ടായിരിക്കും കണക്ട് ചെയ്തിരിക്കുന്നത്. സോ അപ്പൊ ഇങ്ങനത്തെ ഒരു അറേഞ്ച്മെന്റ് ആയതുകൊണ്ട് തന്നെ അവിടെ പാക്കിങ് പോസിബിൾ അല്ല. എന്ന് വെച്ചാൽ എന്താണ്, ത്രൂ പാക്കിംഗ് എന്ന് വെച്ചാൽ മൊത്തത്തിൽ എടുത്ത് മാറ്റി പാക്കിംഗ് ചെയ്യാന്ന് പറയുന്നത് പറ്റത്തില്ല, കാര്യം അവിടുത്തെ സർഫസിനെ മൊത്തത്തിൽ അത് ഡിസ്റ്റർബ് ചെയ്യും. അപ്പോൾ അങ്ങനത്തെ സ്ഥലത്ത് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി എന്തൊക്കെ മെഷേഴ്സ് ഉണ്ടെന്ന് നോക്കാം. ഒന്ന്, the rails and fittings should be tarred once a year by opening out the level crossing. അപ്പൊ എന്താ ചെയ്യുന്ന വെച്ചാൽ നമ്മൾ വൺസ് ഇൻ എ ഇയർ ആ ലെവൽ ക്രോസിംഗ് മൊത്തത്തിൽ ഓപ്പൺ ചെയ്തിട്ട് എന്താണ്, ആ റെയിൽസ് ഫിറ്റിങ്സ് എല്ലാം കറക്റ്റ് ആണോ എല്ലാം ചെക്ക് ചെയ്തിട്ട് പിന്നെ ഒന്നും കൂടെ ആ ഒരു പോർഷൻ ടാർ ചെയ്യണം. ഓക്കെ. അതുപോലെ തന്നെ ഓൺ ലെവൽ ക്രോസിംഗ് വിത്ത് ലെസ് റോഡ് ട്രാഫിക്, അധികം റോഡ് ട്രാഫിക് ഇല്ലാത്തൊരു ലെവൽ ക്രോസിംഗ് ആണെങ്കിൽ അവിടുത്തെ ഏരിയ ഓഫ് ക്രോസിംഗിന്റെ അവിടെ ആ ഒരു റോഡിന്റെ സർഫസ് എന്ന് പറഞ്ഞാൽ വാട്ടർ ബൗണ്ട് മെക്കാഡം ആയിരിക്കണം, കാര്യം എന്നാലും നമുക്ക് ഈ എളുപ്പത്തിൽ റിമൂവൽ ആൻഡ് റീപ്ലേസ്മെന്റ് നടക്കത്തുള്ളൂ. ഇനിയും ലെവൽ ക്രോസിംഗ് വിത്ത് ഹെവി
റോഡ് ട്രാഫിക് ആണെങ്കിൽ ഏരിയ ഓഫ് ക്രോസിംഗ് എന്ന് പറയുന്നത് അവിടെ നമ്മൾ ബിറ്റുമിനസ് പേയ്മെന്റ് ആയിരിക്കണം. കാര്യം അത്രയും കൂടെ സോ ദാറ്റ് ദി ട്രാക്ക് ഈസ് ലീസ്റ്റ് ഡിസ്റ്റർബ്ഡ്, അധികം ഡിസ്റ്റർബൻസ് ആ ട്രാക്കിലോട്ട് വരാത്ത രീതിയിലായിരിക്കണം. പിന്നെ പറയുന്നത് ദ അപ്രോച്ചസ് ഓഫ് ലെവൽ ക്രോസിംഗ്സ് should also be inspected as sinking of approaches may lead to rough riding and defects which would be rectified. അതുപോലെ തന്നെ ഈ ലെവൽ ക്രോസിങ്ങിലോട്ട് എത്തുന്നതിന് മുന്നേ ഒരു അപ്രോച്ച് ഉണ്ടല്ലോ, അതും ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇൻസ്പെക്ട് ചെയ്യണം. എന്ന് വെച്ചാൽ സിങ്കിങ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. ഇങ്ങനെ ആ ഒരു ട്രെയിൻ ആ ഒരു പോർഷൻ പോയി ആ ട്രാക്ക് ഇച്ചിരി താന്നു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് അങ്ങനെ പോയാൽ എന്താണ്, റഫ് ആയിട്ടുള്ള റൈഡിങ്ങേ നമുക്ക് കിട്ടത്തുള്ളൂ, സ്മൂത്ത് റൈഡിങ് അവിടെ കിട്ടത്തില്ല. അപ്പോൾ ഡിഫക്റ്റ് ഒക്കെ ഉണ്ടാവും. അത് ഒന്ന് ചെക്ക് ചെയ്യുക, അത് പ്രശ്നം ഉണ്ടെങ്കിൽ അതിന് റെക്ടിഫൈ ചെയ്യണം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ലെവൽ ക്രോസിങ്സിൽ ചെയ്യുന്ന മെയിൻ്റെനൻസ്. അടുത്തത് മെയിൻ്റെനൻസ് ഓഫ് ടണൽസ് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കാം. അപ്പം ഓരോന്ന് നോക്കാം. ഫസ്റ്റ് വൺ, പോർട്ടൽസ് അറ്റ് ദി എൻഡ്സ് ഷുഡ് ബി ചെക്ക്ഡ്. എന്ന് വെച്ചാൽ പോർട്ടൽ എന്ന് പറഞ്ഞാൽ എന്താണ്, 2 ടണൽസ് ഉണ്ടല്ലോ, അതിൻ്റെ എൻട്രൻസ് പോർഷനും അതിൻ്റെ എൻഡ് പോർഷനും, അതിനാണ് പോർട്ടൽ എന്ന് പറയുന്നത്. അത് ആ പോർഷൻസ് ചെക്ക് ചെയ്യുക, എന്തെങ്കിലും ഡിഫക്റ്റ് ഉണ്ടോ, എന്താണ് വെള്ളം കയറി വരുന്ന പ്രശ്നമോ അല്ലെങ്കിൽ ക്രഷിങ്, അതുപോലെ തന്നെ ക്രാക്കിംഗ് ഓഫ് മേസണറി, അങ്ങനത്തെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ ഡിറ്റക്ട് ചെയ്യുക, അത് റെക്ടിഫൈ ചെയ്യുക. പിന്നെ അതിനകത്തൂടെ പോകുമ്പോൾ ട്രാക്ക് ആയിരിക്കുമല്ലോ, ട്രാക്ക് മെറ്റീരിയൽസ് എന്ന് വെച്ചാൽ റെയിൽസ്, അതിൻ്റെ ഫിറ്റിങ്സ്, അതിൻ്റെ സ്ലീപ്പേഴ്സ് ഒക്കെ പോയി എക്സാമിൻ ചെയ്യാം. അത് റെമഡിയൽ മെഷേഴ്സ് വേണമെങ്കിൽ അത് എടുക്കുക. പിന്നെ അവിടെ ടണലിനുള്ളിലുള്ള വോള്, റൂഫിങ്, അതെല്ലാം ഒന്ന് ചെക്ക് ചെയ്യുക. എന്തെങ്കിലും ക്രാക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫില്ലിംഗ് എല്ലാം പൊടിഞ്ഞു പോവുക, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ട്രീറ്റ് ചെയ്യുക. ഓക്കെ. പിന്നെ വെന്റിലേഷൻ ഷാഫ്റ്റ് ഒക്കെ ഉണ്ടല്ലോ, നമ്മൾ പഠിച്ചായിരുന്നു ടണൽസ് പഠിച്ചപ്പോൾ വെന്റിലേഷൻ പോർഷൻ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എന്തെങ്കിലും ഒബ്സ്ട്രക്ഷൻ ഒക്കെ വന്ന് കയറി അടഞ്ഞിരിക്കുവാണോ, അല്ലെങ്കിൽ പുല്ലൊക്കെ കയറി വന്നോ, വെജിറ്റേഷൻസ് എന്തെങ്കിലും കയറി വന്നോ എന്ന് നോക്കുക. പിന്നെ ലൈറ്റിംഗ് അറേഞ്ച്മെന്റ് ഒക്കെ ചെക്ക് ചെയ്യുക. പിന്നെ അതിനകത്തൂടെ പോകുമ്പം അതിൻ്റെ ആ ട്രാക്കിൻ്റെ അലൈൻമെന്റ് ലെവൽ എല്ലാം കറക്റ്റാണോ ചെക്ക് ചെയ്യുക. ട്രാക്കിനുള്ളിൽ അല്ലെങ്കിൽ ടണലിനുള്ളിൽ നമ്മൾ ചിലപ്പോൾ പില്ലേഴ്സ് കൊടുത്തിട്ടുണ്ടായിരിക്കും, അത് കറക്റ്റ് ആണോ, റെഫറൻസ് മാർക്കെല്ലാം ഇപ്പോഴും കാണാൻ പറ്റുന്നുണ്ടോ എന്ന് വെച്ചാൽ ചിലപ്പോൾ പെയിന്റ് അടിക്കേണ്ടി വരും ഒന്നുകൂടെയൊക്കെ, അത് കറക്റ്റാണ് നോക്കുക. ഇനി നമ്മൾ ഒരു ട്രാക്ക് റിന്യൂവൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഏറ്റവും ആദ്യമേ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മാറ്റേണ്ടത് ടണൽസിനുള്ളിലുള്ള ട്രാക്ക് ആയിരിക്കണം. ഓക്കെ, അത് ചെയ്യുക. പിന്നെ പെർമനന്റ് വേ ഇൻസ്പെക്ടർ എന്നൊരാൾ കാണും. ആള് അറ്റ്ലീസ്റ്റ് വൺസ് ഇൻ എ ഇയർ ഇൻസ്പെക്ട് ചെയ്യണം, ഈ ടണലിനുള്ളിൽ വന്ന് എല്ലാം കറക്റ്റ് ആണോ എന്ന് ഇൻസ്പെക്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഹീ ഷുഡ് എക്സാമിൻ ഓൾ ദി പോസിബിൾ ഡിഫക്ട്സ് ആൻഡ് റെക്ടിഫൈ ദി സെയിം ഇമീഡിയറ്റ്ലി. അപ്പം എന്തെങ്കിലും ഡിഫക്ട്സ് ഉണ്ടോ എന്ന് നോക്കിയിട്ട് അത് എത്രയും പെട്ടെന്ന് തന്നെ അത് റെക്ടിഫൈ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് മെയിൻ്റെനൻസ് ഓഫ് ടണൽസിൽ വരുന്നത്. ഓക്കെ, അപ്പം ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം നിങ്ങൾ ഇപ്പോൾ ലെക്ചർ നോട്ട് എഴുതുക കേട്ടോ, ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് മാത്രം എഴുതുക, എന്നിട്ട് ലാസ്റ്റ് PPT പ്രിൻ്റ് എടുത്താൽ മതിയല്ലോ. ഓക്കെ, അപ്പം ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ഒക്കെ എഴുതുക, എന്നിട്ട് 10 മണിക്കുള്ളിൽ അപ്ലോഡ് ചെയ്യുക. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക.